وأزكى تحياتي على المصطفى المختار خير البريات. വസക്കന ദിർഅൻ അവിടെ നമുക്ക് കഴിഞ്ഞാഴ്ച വെച്ചത് മിമ്പർ കരഞ്ഞു എന്ന് പറഞ്ഞില്ലേ. ബക്കൽ ദിർഅലി ഫിറാഖിഹി ബുകാഅൻ സമിഅൽ ഹനാം. പുതിയ മിമ്പർ ഉണ്ടാക്കിയപ്പോൾ ആദ്യത്തെ കരഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ടോ തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അതിനോട് മാറോടണച്ച് എന്നിട്ട് നമ്മൾ ചോദിച്ച ഹദീസെല്ലാം ഓതിയിട്ടുണ്ട്. പിന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കണമെങ്കിൽ അങ്ങനെയാക്കാം, അല്ല സ്വർഗത്തിലേക്ക് താമസിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശദങ്ങളൊക്കെ കഴിഞ്ഞ്. ഇനി അടുത്തത് വഫാഹ സബിയുൻ ഫൗഹ മിസ്കിൻ ബിശമ്മിഹി എന്നാണ്. ഇതിന് കുറേ നുസൂസ് പറഞ്ഞിട്ട് ഈ ഖാസായ നുസൂസ് കിട്ടിയിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടാവും, ഇല്ലാണ്ടിക്കൂല. പക്ഷെ നമുക്ക് നമ്മളെ പരുതലിനൊരു പരിമിതി ഉണ്ടല്ലോ. പക്ഷെ അതിനോട് അനുയോജ്യമായ വിഷയങ്ങൾ കിട്ടും. വഫാഹ സബിയൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി സുഗന്ധം അടിച്ചു വീശി. ഒരു കുട്ടി ഫാഹ യഫൂഹു എന്തിൻ്റെ ഫൗഹ മിസ്കിൻ. അപ്പോൾ ഫാഹ എൻ്റെ മഫ്ഊല് മുത്തലക്കാവുന്നത് ഫൗഹ മിസ്കിൻ, മിസ്കിൻ്റെ പരിമളം. എന്ത് കാരണത്താൽ ബിശമ്മിഹി തങ്ങൾ ആ കുട്ടിനെ ഒന്ന് ചുംബിച്ച കാരണത്തിന് വേണ്ടി. അപ്പം തങ്ങളുടെ പരിമളം ഈ കുട്ടിയിൽ ആയി. എന്നിട്ട് ആ കുട്ടിയിൽ നിന്ന് എന്താക്കുന്നത്, ഇങ്ങനെ മിസ്കിനെ വണ്ണടിക്കുന്നു. അപ്പം തങ്ങളെ തീബിലേക്കാണ് ഇഷാറത്ത്. അതിന് ധാരാളം ഹദീസ്, തൊട്ടതും പിന്നെ വേർപ്പും പോകുന്ന വഴിയും എല്ലാം ധാരാളം പറഞ്ഞിട്ടുണ്ട്. കുറേ ഭാഗം മുമ്പ് ഓതിയിട്ടുണ്ട്. അതൊരു പ്രത്യേക അധ്യായം തന്നെ. وثبت في البخاري من حديث حماد بن زيد عن ثابت عن أنس قال ما مسست بيدي ديباجا ولا حريرا ولا شيئا. അതാ പറയുന്നത്, അനസ് റളിയല്ലാഹു അൻഹു 10 കൊല്ലം ഖാദിമായിരുന്നു. ഞാൻ ഒരു പട്ടിൻ്റെ ഓരോ ഇനങ്ങളാണ്. ഒന്ന് ദീബാജ്, മറ്റൊന്ന് ഹരീർ, മറ്റൊന്നുണ്ടാവും ഖസ്. അതായത് തനിച്ച പട്ടാകുമ്പോൾ ഹരീർ, അതിൽ മിക്സ് ഉണ്ടാവുമല്ലോ, 80-20, 65-35 മിക്സ്, അങ്ങനെ പല ഇനങ്ങളാണ്. പോട്ടെ വലാ ഷൈഅൻ, അങ്ങനെ ഒരു വസ്തുവിനെയും തൊട്ടിട്ടില്ല. അല്ലന മിൻ കഫി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഫിനാക്കാണ മാർദ്ദമേറിയ. വലാ ശമിംതു റായിഹതൻ അത്യബ മിൻ റീഹി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റീഹിനാക്കാണ അത്യബായ ഏറ്റവും പരിമളമുള്ള ഒരു മണവും ഞാൻ ആസ്വദിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. 10 കൊല്ലത്തെ അനുഭവത്തിലാണ് പറയുന്നത്. ഇതാ ഇമാം ബുഖാരി തങ്ങളെ റിവായത്താണ്. വറവാഹു മുസ്ലിം ഐളൻ മിൻ ഹദീസ് ഹമ്മാദ് ബിൻ സലമ, അതാണല്ലോ പറഞ്ഞത്, അൻ സാബിത്തിൻ അൻ അനസ്. അപ്പം എന്തുണ്ട്, മുത്തഫഖുൻ അലൈഹിയാണെന്ന് അർത്ഥം, ഒരേ ദരീക്ക് തന്നെ. ഇനി വറവാഹു മുസ്ലിമുൻ ഐളൻ മിൻ ഹദീസ് ഹമ്മാദ് ബിൻ സലമ അൻ സാബിത്തിൻ അനസിൻ, അത് തന്നെ വമാ മസ്സിസ്സു. പക്ഷെ കൂട്ടത്തിൽ എന്തുണ്ട്, കാന അസ്ഹറൽ ലൗനി കാന അറഖുൽ ലുഅ്ലു എന്നും കൂടിയുണ്ട്. പിന്നെ അഖ്ബറന അംറു ബിൻ ഹമ്മാദിൻ ഇബ്നു തൽഹത്തിൽ ഖത്താദ് ഖനദ് വഅഖറജഹുൽ ബൈഹഖി മിൻ ഹദീസ് അഹ്മദ് ബിൻ ഹാസിം ഇബ്നു അബി സനദ് പറഞ്ഞിട്ട് അങ്ങനെ പോയി എടുത്തേക്കെത്തി. അൻ ജാബിർ ബിൻ സമ്ര, ജാബിർ ബിൻ സമ്ര, അതും ഞാൻ മുമ്പോതിനത് ശമായില്ലി. قال صليت مع رسول الله صلى الله عليه وسلم صلاة الأولى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒന്നാമത്തെ നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ളുഹറായിരുന്നു എന്ന് മിസ്കാത്തിൻ്റെ ഹാഷിയിലുണ്ട്.
അതായത് ളുഹർ കൊണ്ടാ തുടക്കം. സുമ്മ ഖറജ ഇലാ അഹ്ലിഹി, തങ്ങൾ പിന്നെ അഹ്ലിലേക്ക് പോയി. വ ഖറജ്തു മഅഹു, ഞാൻ തങ്ങളോടൊപ്പം പുറപ്പെട്ടു. ഫസ്തഖബലഹു വിൽദാൻ, കുറേ കുട്ടികൾ തങ്ങൾ അഭിമുഖീകരിച്ചു വന്നു. ഫജഅല യംസഹു ഖദ്ദൈ അഹദിഹിം വാഹിദൻ വാഹിദൻ, അങ്ങനെ വരുന്ന കുട്ടികളുടെ രണ്ട് ഖദ്ദും ഓരോരുത്തരായിട്ട് ഇങ്ങനെ തങ്ങളിങ്ങനെ തടകിക്കൊണ്ടിരുന്നു. ഖാല, ആര് പറയുന്നു? ജാബിർ ബിൻ സമ്റ പറയുന്നു, വാന വമ്മ അന, എന്നാൽ ഞാനോ? ഫമസഹ ഖദ്ദൈ, എൻ്റെ രണ്ട് കവളയും തങ്ങൾ തടക്കി. ആ കുട്ടികളെ കൂട്ടത്തിൽ മൂപ്പർ പോയി കൂടി. ഫവജത്തു ലിയദിഹി ബർദൻ വരീഹൻ, തങ്ങളെ കൈക്ക് നല്ല തണുപ്പും നല്ല പരിമളവും എനിക്ക് ആസ്വദിച്ചു. അതേതുപോലെ കഅന്നമ അഖറജഹുമാ മിൻ ജൂനത്തി അത്താർ, അത്തർ കച്ചവടക്കാരൻ്റെ പ്രത്യേകം സാധനം വെക്കുന്ന പൊട്ടി ഉണ്ടാവില്ല, ആ പൊട്ടിയിൽ നിന്നാണ് കൈ വന്നത് എന്ന് തോന്നിക്കുന്ന രീതിയിൽ. ജൂനത്തെന്ന് പറഞ്ഞാൽ അല്ലദീ യുഅദ്ദു ഫീഹ ത്വയ്ബു, ആ പെട്ടിയെ പറ്റിയാണ് പറഞ്ഞത്. ഇത് റവാഹു മുസ്ലിം അൻ അംർ ബിൻ ഹമ്മാദ് നഹ്വഹു റളിയല്ലാഹു അൻഹും. ഇനി തന്നെ ജാബിർ അൻ ജാബിറിൻ അൻ അബ്ദുൽ ജബ്ബാർ ബിൻ വായിലൻ അൻ അബീഹി ഖാല കുന്തു ഉസാഫിഹു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ യമസ്സു ജിൽദഹു ഫഅതഅറഫഹു ഫീ യദിഹി ബഅദമാ നാലതുഹു അത്യബ റായിഹതൻ മിനൽ മിസ്ക്. ആരാ പറയുന്നത്? ജാബിർ റളിയല്ലാഹു അൻഹു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ മുസാഫഹത്ത് ചെയ്യും. ഒരു റിവായത്ത് ഉസാഫിഹുൻ നബിയ്യ, മറ്റൊരു റിവായത്തിൽ ആ യമസ്സു ജിൽദി ജിൽദഹു, അല്ലെങ്കിൽ എൻ്റെ തൊലി തങ്ങളെ തൊലിയെ സ്പർശിക്കും. അപ്പം ഫഅതഅറഫഹു ഫീ യദി, അപ്പം അതെൻ്റെ കയ്യിൽ എന്താക്കും? അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ബഅദമാ നാലതുഹു, അത് തങ്ങളെ പക്കം ഇത് കിട്ടിയല്ലോ, ഈ റായിയത്ത് ഇത് കിട്ടിയതിന് ശേഷം എങ്ങനെ എത്തിക്കല്? ആത്യബ റായിഹതൻ മിനൽ മിസ്ക്, മിസ്കിനാക്കാണ് മണത്തിൽ പരിമളമായ മണമായിട്ട് എന്താക്കും എനിക്കെത്തിക്കാറുണ്ട് തങ്ങളെ ശരീരം തൊട്ടത്. അപ്പോൾ ഇവിടെ കുട്ടിയെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും മായനയിൽ വെക്കുന്നുണ്ട്. അത് കുറേ ബാബുണ്ട്. خرج رسول الله صلى الله عليه وسلم بالهاجرة إلى البطحاء فتولى وصلى الظهر ركعتين وبين يديه أنزة زاد فيه عون عن أبيه يمر من ورائه الحمار والمرأة. قال حجاج في الحديث ثم قام الناس فجعلوا يأخذون يده فيمسحون بها وجوههم. എന്താ സംഗതി? തങ്ങൾ ഉച്ച സമയത്ത് പുറപ്പെട്ടിട്ട് ഒന്നു ഉണ്ടാക്കി ളുഹർ 2 റക്അത്ത് നമസ്കരിച്ചു. അപ്പം എന്താക്കും? കസറാക്കിയ എന്തോ സാഹചര്യം ഉണ്ടാകും. തങ്ങളുടെ മുമ്പിൽ ഒരു വടി നാട്ടിയിരുന്നു, ഹിജാബിൻ്റെ വണ്ടിച്ച് വെക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് കൂടെ എന്താക്കും? ഹിമാറും അബൈബോ നാളെല്ലാം പോയിക്കൊണ്ടിരിക്കും. ഹജ്ജാജ് പറയുന്നു, അത് ഈ ഹദീസിൻ്റെ റാവി, ഫിൽ ഹദീസ് സുമ്മ കാമൻ നാസു, പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ജനങ്ങളൊക്കെ പോയി. ഫജഅലൂ യഅഖുദൂന യദഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ കൈ പിടിച്ച് വയംസഹൂന ബിഹാ വുജൂഹ, ആ കൈ കൊണ്ട് എന്താക്കും? മറ്റുള്ളവരുടെ മുഖം തടവും. ഖാല, മൂപ്പറ പറയുന്നു, ഫഅഖദതു യദഹു ഫവളഅതുഹാ അലാ വജ്ഹി, ഞാനും തങ്ങളെ കൈ പിടിച്ച് മുഖത്ത് തടകി. ഫഇദാ ഹിയ അബ്റദു മിനസ് സൽജി വഅത്യബു റീഹൻ മിനൽ മിസ്കി. സൽജില്ലേ, മഞ്ഞ് കട്ടാന്ന് പറയാം, അതിനാക്കാണ് തണുപ്പുമുണ്ട്, മിസ്കിനാക്കാണ് ഏറ്റവും പരിമളമായ വാസനയും അതിനുണ്ട്. ഹാക്കദാ റവാഹുൽ ബുഖാരി അനിൽ ഹസൻ ബിൻ മൻസൂർ അൻ ഹജ്ജാജ്, അതാണ് ഈ ഹജ്ജാജ്, മറ്റേ ഭരണാധിപനായ ഹജ്ജാജ് അല്ലേ, അൻ ശുഅബ ഫദക്കറ മിസ്ലഹു സവാഅൻ. ഇതേ ഹദീസ് സനദിലെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പിന്നെ വാസിലുൽ ഹദീസ് ഫി സഹീഹൈനി അയ്ളൻ. وقال الإمام محمد حدثني يزيد بن هارون أخبرنا هشام بن حسان وشعبة وشريك عن يعلى بن عطاء عن جابر بن يزيد
അൻ നബീഹി യഅനി യസീദ് ബിനുൽ അസ്വദ്. ഈ ജാബിർ തങ്ങൾ ഉപ്പാര് യസീദ്, അൻ നബീഹി എന്ന് പറഞ്ഞാൽ അവർ വ്യക്തമാക്കിയാണ് യസീദ് ബിനുൽ അസ്വദ്. ഖാല സല്ലല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജ്ർ. ഫജ്ർ നമസ്കാരം നിസ്കരിച്ചു ബിമിനയിൽ വെച്ചിട്ട്. ഫൻഹറഫ അങ്ങനെ അവിടുന്ന് പിരിഞ്ഞ്. ഫറഅ റജുലൈനി മിൻ ബറാഇൻ നാസ്, ജനങ്ങളെ പുറത്ത് രണ്ടാളുകളൊക്കെ ഉണ്ട്. ഫദഅ ബിഹിമ അവർ രണ്ടാളെയും വിളിച്ചു വരുത്തി. അങ്ങനെ വിളിച്ച് ഫജീഅ ബിഹിമ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുവന്ന് തർഅദു ഫറായിസും അവരെ ജോയിൻ്റെല്ലാം ഇങ്ങനെ പറക്കുന്നു പേടിച്ചിട്ട്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മനഅകുമാ അൻ തുസല്ലിയ മഅന്നാസ്, ജനങ്ങളോടൊപ്പം ഈ ജമാഅത്തായി നമസ്കരിക്കൽ നിങ്ങൾക്ക് എന്താ തടസ്സമുണ്ടായതെന്ന് ചോദിച്ചു. ഖാല രണ്ടാളും പറഞ്ഞു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നാ കുന്നാ ഖദ് സല്ലൈനാ ഫിർ റിഹാൽ, ഞങ്ങളെ തമ്പിൽ വെച്ചിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. ആദ്യം നിസ്കരിച്ചവരാണ്. ഖാല തങ്ങൾ പറഞ്ഞു ഫലാ തഫ്അല, നിങ്ങളങ്ങനെ മാറി നിൽക്കണ്ട. ഇദാ സല്ല അഹദുക്കും ഫീ റഹിലിഹി, അവൻ്റെ വീട്ടിൽ വെച്ചോ തമ്പിൽ വെച്ചോ നിസ്കരിച്ച്. സുമ്മ അദ്റക സ്വലാത്ത് മഅൽ ഇമാം, പിന്നെ ഇമാമോട് കൂടി നമസ്കാരം എത്തിച്ചു എന്ന് ജമാഅത്ത് കിട്ടി. എന്നാൽ എന്ത് വേണം? ഫൽ യുസല്ലിഹ മഅഹു, ഇമാമിനോടൊപ്പം കൂടി നിസ്കരിക്കണം. നമ്മൾ പണ്ടേ പഠിച്ച മസലയാണ്. അത് ഒന്നിൽ തവണ കൂടുതൽ മടക്കൂല എന്നാണ് ഫത്വൽ മേൻ്റെ വാഹിലുള്ളത്. ഷെയ്ഖുൽ ബക്കലവൻ എത്ര തവണയും മടക്കാം, എത്ര വട്ടം കിട്ടിയാലും മടക്കാന്നാണ് ഫത്വൽ മേൽ പറഞ്ഞിരിക്കുന്നത്. ഫഇന്നഹാ ലഹു നാഫില, അത് അവന് ഫർദിന് ശേഷമുള്ള നാഫിലത്താണ്. അതായത് ജമാഅത്ത് കിട്ടിയ ഒന്നും കൂടെ മടക്കില്ല. അപ്പം നമ്മളെ വിഷയത്തിലേക്ക് എത്തിയിട്ടില്ല, അതൊരു ഫിഖ്ഹിയാണ്. ഖാല ഫഖാല അഹദുഹുമ, അപ്പം രണ്ടാളിൽ പറ്റി ഒരാൾ പറഞ്ഞു ഇസ്തഗ്ഫിർലി യാ റസൂലല്ലാഹ്, ഞങ്ങളെ വെക്കുന്നൊരു തെറ്റ് സംഭവിച്ചല്ലോ, അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിത്താൻ. ഫസ്തഗ്ഫിറ ലഹു, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലി. ഖാല വനഹദൻ നാസു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളിലേക്ക് ജനങ്ങളെന്താക്കി? തടിച്ചുകൂടി. വനഹൽതു മഅഹും, ഞാൻ മക്കൂട്ടത്തിൽ എണീച്ചു വന്നു. വാന യൗമദിൻ അശബ്ബുർ റിജാലി വാജിലദഹു, ഞാൻ ആ കൂട്ടത്തിൽ ഏറ്റവും ജീവത്വമുള്ള ആളും നല്ല ശക്തവാനുമാണ്. അപ്പം തിരക്കി കയറാൻ കഴിയുമെന്ന്. കാല ഫമാസിൽത്തു അസ്ഹമുന്നാസ, ഞാൻ എന്താക്കി? ജനങ്ങളിങ്ങനെ തിരക്കി പോകാൻ തുടങ്ങി. ഹത്ത വസുൽത്തു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളിലേക്കെത്തി. ഫഅഖദ്തു ബിയദിഹി, തങ്ങൾ കൈ പിടിച്ചു. ഫവദഅതുഹ ഇമ്മാ അലാ വജ്ഹി ഔ സദ്രി, അത് ഞാൻ വെച്ചത് ഒന്നിക്കൽ മുഖത്താണ് അല്ലെങ്കിൽ നെഞ്ഞത്തിലാണ്. അവിടെ നമ്മൾ വിഷയം കിടക്കുന്നത്. ഖാല ഫമാ വജദ്തു ശൈഅൻ അത്യബ വലാ അബ്റദ മിൻ യദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ കയ്യിനെ കാണാൻ സുഗന്ധമുള്ളതും ഏറ്റവും തണുപ്പൊടിയുമായ ഒരു സാധനം എനിക്ക് വരെ കിട്ടിയിട്ടില്ല. ഖാല വഹുവ യൗമൈദി ഫി മസ്ജിദിൽ ഖൈഫ്, മസ്ജിദുൽ ഖൈഫിലായിരുന്നു സംഭവം. മിനയിൽ വെച്ച് ചിന്തിച്ചിട്ടുണ്ട്. ധാരാളം ഹദീസുണ്ട്. ഇപ്പം എല്ലാം വായിച്ച സമയം ചെയ്യൂല, നമ്മുടെ ആവശ്യത്തിന് മതിയല്ല. അപ്പോൾ ഇവിടെ സബയ്യനെ ചുംബിച്ച കിസ്സ ഇതിൽ എവിടെയും വ്യക്തമായി കിട്ടിയെന്നില്ല, എവിടെയെങ്കിലും ഉണ്ടാവുന്നത്. ഇനിയോ വഅബ്ദ മുഹയ്യാഹുൽ ഖിയാത്ത, തങ്ങളുടെ മുഖം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനെ? അൽ ഖിയാത്ത, തുന്നുന്ന സൂചിയില്ലേ അതിനെ. ബിസമ്മിഹി, അതിനെ തുളയടക്കം നൂല് കോക്കുന്നത് ചുരുക്കത്തിൽ ചെറിയ സൂചി നിലത്ത് വീണപ്പോൾ ഞങ്ങളെ മുഖത്തിൻ്റെ പ്രകാശം കൊണ്ട് കിട്ടിയെന്നാ പറഞ്ഞു. അത് ഇർഷാദുൽ ഇബാദിൽ സ്വലാത്തിൻ്റെ ബാബിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീബി രാത്രി വീട്ടിൽ നിന്ന് തുന്നിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ വിളക്കില്ല, സൂചി നിലത്തും വീണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വന്ന മുഖത്തിൻ്റെ പ്രകാശം കൊണ്ട് സൂചി എടുത്തു. എന്നിട്ടോ ആയിഷ ബീബി ചോദിക്കുന്നു, മാ അളവ വജ്ഹക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ മുഖത്തിന് എന്തൊരു ശോഭയാണ്. അപ്പം പറഞ്ഞ എന്താ? ആ ശോഭ കാണാൻ വിധിയില്ലാത്തവനാണ് ഏറ്റവും പരാജയപ്പെട്ടവൻ. അതും ചോദിച്ച് ആരിക്കാന്ന് കാണാൻ കഴിയാത്തവനും എൻ്റെ മേൽ സലാത്ത് എല്ലാവരും മടി കാണിക്കുന്നു എനിക്കാന്ന് പറഞ്ഞു. അതിനാണ് ഹദീസ് കൊണ്ടുവന്നത്. നമ്മൾ ഇതിലുണ്ടല്ല നൂൽമതിയിൽ അറിവിൻ നബി തവി ആയിഷയുണ്ടോർന്നിട്ട് തുടങ്ങുന്ന പതിൽ
ആ സൂചി വീണപ്പോൾ എടുത്തതിൻ്റെ കഥ അതും നമുക്ക് നോക്കാം. പക്ഷേ അതും സൂചിൻ്റെ കിസ്സ ഇതിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. അഖ്റജ അബൂ നുഐം ഫിൽ ഹില്യ, അതറിയാലോ, അബൂ നുഐം ഇസ്മാനിൻ്റെ ഹില്യത്തിൽ അൻ ആയിഷ റളിയല്ലാഹു അൻഹ قالت بات رسول الله صلى الله عليه وسلم إلى جانبي, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അരികത്ത് ഒരു രാത്രി താമസിച്ചു. സുമ്മ സ്തൈഖൽതു, പിന്നെ ഞാൻ ഉണർന്നപ്പോൾ ഫസ്തൗഹസ്തു ലഹു, തങ്ങളെ ഇവിടെ തൽക്കാലം എൻ്റെ അരികത്ത് കാണുന്നില്ല. അപ്പോൾ ഈ ഒരു വഹശത്ത് കുടുങ്ങി. ഫസമിഅതു, പിന്നെ ഞാൻ കേൾക്കുന്നത് ഹിസ്സഹു, തങ്ങളെ ഹിസ്സുണ്ടല്ലോ, നമുക്ക് ശബ്ദങ്ങളും ചലനങ്ങളൊക്കെ അനുഭവപ്പെടില്ല. എന്താ ചെയ്യുന്നത്? യുസല്ലി, തങ്ങൾ നിസ്കരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഫതവല്ലഉതു, അപ്പം ഞാൻ ഒന്നുണ്ടാക്കിയിട്ട് സുമ്മ ജിഅതു, അവിടെ പോയി ഫസല്ലൈതു വറാഅഹു, തങ്ങളെ പിന്നിൽ പോയി ഞാനും നിസ്കരിച്ചു. ഫദഅ മാഷാ അല്ലാഹു മിനൽ ലൈലി, ആ രാത്രിയിൽ ഒരുപാട് ദ്വാരം, മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ അളവ് പറഞ്ഞിട്ടില്ല. ഫജാഅ നൂറുൻ, അപ്പോഴേക്കൊരു പ്രകാശം വന്നു. ഹത്താ ളാഅൽ ബൈതു കുല്ലുഹു, വീട് മുഴുവനും പ്രകാശം ചൊരിഞ്ഞു. ഫമകസ മാഷാ അല്ലാഹ്, ആ പ്രകാശം കുറേ സമയം നിന്നിട്ട് സുമ്മ ദഹബ, അത് പോയി. വറസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ, തങ്ങൾ അങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫമകസ മാഷാ അല്ലാഹ് സുമ്മ ജാഅ നൂറുൻ, പിന്നെ രണ്ടാമതൊരു നൂറ് വന്നു. ഹുവ അശദ്ദു മിൻ ദാലിക ദൗഅൻ, ആദ്യത്തെ പ്രകാശത്തിനേക്കാണ് കടുപ്പം കൂടിയ പ്രകാശം. എത്ര വരെ? ഹത്താ ലൗ കാനൽ ഖർദലു ഫീ ബൈതി ഹസിബതൻ അൻ അൽഖിതഹു ലഖ്തതൻ, നമ്മളെ വീട്ടിൽ കടുണ്ടല്ലോ, കടു വിതറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കടുവിനെ പോലും പെറുക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ അത്രയും തെളിയുന്ന പ്രകാശമായിരുന്നു. അപ്പോൾ ഇവിടെ ഖിയാത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും എന്തുണ്ട്? സമമായ സംഭവം എന്നല്ലോ. കടുവാണ് ഭൂമിയിലുള്ളതെങ്കിൽ എനിക്ക് പെറുക്കിയെടുക്കാൻ സാധിക്കും. സുമ്മൻ സനഫ, പിന്നീട് പ്രകാശം പോയി. ഫഖുൽതു യാ റസൂലല്ലാഹ് മാ ഹാദൻ നൂർ അല്ലദീ റഅയ്തു, ഞാനിവിടെ കണ്ട പ്രകാശം എന്താണ് നബിയേ എന്ന് ചോദിച്ചു. ഖാല വഖദ് റഅയ്തിഹി യാ ആയിഷ, ആയിഷ കണ്ടോ? ഖുൽതു നഅം, ഞാൻ കണ്ടിട്ടുണ്ട്. ഖാല ഇന്നി സഅൽതു റബ്ബി, എന്താ, ഞാൻ റബ്ബിനോട് ദുആ ചെയ്ത് ഉമ്മത്തി ഫഅതാനി സലാസ മിൻഹും ഫഹമിദ്തുഹു വശക്കർതുഹു, ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി റബ്ബിനോട് ചോദിച്ചിട്ടുണ്ട്, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യം നൽകി, അതിന് വേണ്ടി അല്ലാഹുക്ക് ഞാൻ ശുക്ർ ചെയ്തു. സുമ്മ സഅൽതുഹുൽ ബഖിയ്യ, പിന്നെ ബാക്കി വീണ്ടും ചോദിച്ച ഫഅതാനി സുൽസൻ, അപ്പോൾ രണ്ടാമത്തെ സുലുസ്, 3 കാര്യത്തിൽ ആദ്യത്തെ സുലുസ് കിട്ടിയില്ലേ, രണ്ടാമത്തെ സുലുസ് കിട്ടി. ഫഹമിദ്തുഹു വശക്കർതുഹു. സുമ്മ സഅൽതുഹു സുൽസ സാലിസ, പിന്നെ മൂന്നാമത്തെ സുലുസ് ചോദിച്ചു ഫഅതാനി ഫഹമിദ്തുഹു വശക്കർതുഹു. حدثنا محمد بن علي حدثنا أبو العباس بن قتيبة حدثنا محمد بن عمرو الغزي حدثنا അത്വാഫ് ഇബ്നു ഖാലിദ് അൻ മുഹമ്മദ് ഇബ്നു അബീ ബക്കർ, അതോട് കേട്ടി ഫദക്കറഹു, അത് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം കടുമണി വേറെ തക്ക ഭർക്കിയെടുക്കാവുന്ന രൂപത്തിൽ പ്രകാശമുണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൂര്യൻ്റെ വിഷയം ഇവിടെ നെസ്സായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഖിയാസ് കിട്ടിയല്ലോ. ഇനിയൊന്ന് وخبره لحم الذراع بسمه وأهوت له الأشجار في الخابر المربي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. അതുപോലെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാക്ക് ഉമ്മാരുടെ അടുക്കലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ വെളിച്ചമില്ലായിരുന്നു. അപ്പോൾ അവരുടെ മുമ്പിൽ പ്രകാശം ചൊരിഞ്ഞ കഥ പറയുന്നുണ്ട്.
അഖ്റജൽ ഹാക്കിമു വസഹഹു. ഹാക്കിമാണ് റിപ്പോർട്ട് ചെയ്തത്, മൂപ്പർ സഹീഹാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. വൽ ബൈഹഖിയു 2. വഅബൂ നുഐം അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല കുന്നാ നുസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളോടൊപ്പം നമ്മൾ നമസ്കരിക്കുന്നു. അൽ ഇശാ, ഇശാ നമസ്കരിക്കുന്നു. ഫകാന യുസല്ലി ഫഇദാ സജദ വസബൽ ഹസനു വൽ ഹുസൈനു അലാ ദഹരിഹി. അങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തെ സുജൂദിലായല്ലോ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ചാടി വന്നിട്ട് തങ്ങളെ പുറത്തു കയറി. ഫഇദാ റഫഅ റഅസഹു, അങ്ങനെ തല പൊന്തിക്കുമ്പോൾ അഖദഹുമാ, രണ്ടാളും എടുത്തിട്ട് ഫവളഅഹുമാ, പുറത്താത്തു വെക്കും. പിന്നെ എന്തൊരു പഴയ കിതാബാണ് ഇത്. ഫഇദാ ആദ ആദാ, വീണ്ടും സുജൂദിലേക്ക് പോകുമ്പോൾ കുട്ടികൾ പിന്നെയും വരും. ഫലമ്മ സല്ല ജഅല വാഹിദൻ ഹാഹുന വവാഹിദൻ ഹാഹുന. നിസ്കാരം തീർന്നതിന് ശേഷം ഒരാളെ ഈ ഭാഗത്തും ഒരാളെ ഈ ഭാഗത്തും ആക്കി. ഫജിഅ്തു, അപ്പോഴേക്ക് ഞാൻ പോയിട്ട് ഫഖുൽതു യാ റസൂലല്ലാഹ് അലാ ദഹബ ബിഹിമ അലാ അദ്ഹബു ബിഹിമ ഇലാ ഉമ്മിഹിമ. ഞാൻ അവർ രണ്ടാളെയും കൂട്ടിയിട്ട് ഉമ്മാൻ്റെ അടുക്കിലേക്ക് ആക്കട്ടെ എന്ന് ചോദിച്ചു. ഖാല ലാ, വേണ്ട, അടന്നോട്ടെന്ന് പറഞ്ഞു. ഫബറകത്ത് ബർക്കത്തുൻ ഫഖുൽ ഇൽഹഖ ബി ഉമ്മികുമാ. അപ്പോഴേക്ക് ഒരു പ്രകാശം അവിടെ വന്നു, ഒരു മിന്നൽ പ്രകാശം. കുട്ടികളോട് പറഞ്ഞു, രണ്ടാൾ ഉമ്മാൻ്റെ അടുക്കിലേക്ക് പോയിക്കോളിയെന്ന്. ഫമാ സാല യംശിയാനി ഫീ ലൗഇഹാ ഹത്താ ദഖലാ. ആ വന്ന പ്രകാശത്തിൻ്റെ അതിൽ രണ്ടാളും ഉമ്മാൻ്റെ അടുക്കിലേക്ക് പോയി ഉണ്ടായി. അബൂ നുഐമിന് മിൻ വജ്ഹിൻ ആഖറ, ഇതേ റിവായത്ത് തന്നെ. വഖബ്ബറഹു ലഹമുർ ദിറാഇ, ആട്ടിൻ്റെ ഇതില്ലേ കുറക്, അതിൽ ലഹമ് തങ്ങളോട് സംസാരിച്ചു. ബിസ്വമിഹി, ഇതിൽ വിഷമുണ്ട്. എപ്പോൾ ഖൈബറിൽ നമ്മൾ മുമ്പത് ഓതിയതാണത് അല്ലേ. സംഭവം ചില ആവർത്തനങ്ങൾ ഉണ്ടാകും ഇനിയും. ഖൈബറിൻ്റെ യുദ്ധത്തിൻ്റെ ആ രംഗം അറിയുന്നു. വലമ്മ തുമഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഖൈബറ ബഅദ ഫത്ഹിഹ. ഖൈബർ ഫത്ഹായി, അപ്പോൾ യുദ്ധം അല്പം സമാധാനിച്ചു. അഹിദത്ത് ലഹു സൈനബ് ബിൻതുൽ ഹാരിസ് ഇംറത്തു സല്ലാം ബിൻ മിസ്കം എന്നാണ് പെണ്ണുങ്ങൾ. നമ്മൾ തർദീത്തിൽ ഇപ്പം ചെല്ലണ്ട. സല്ലാം ബിൻ മിസ്കം ജൂതന്മാരുടെ നേതാവല്ലേ. ഷാത്തൻ മസലിയത്തൻ, ഒരാട്ടിന് ചുട്ട ആട്ടിനെ കൊണ്ട് കൊടുത്തു. വഖദ് സാലത്ത്, ആ പെണ്ണുങ്ങൾ ചോദിച്ചിരുന്നു, അയ്യു ഉളവിൻ അഹബ്ബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം തങ്ങൾക്ക് ആട്ടിൻ്റെ കുറകിൽ ഏറ്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചു. അതാണ് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഫഖീല ലഹു അദ്ദിറാ ആണെന്ന് പറഞ്ഞ്. അങ്ങനെ ഫഅക്സറത ഫിഹാ മിനസ് സുമ്മി, അതിൽ ധാരാളം വിഷം കയറ്റി. സുമ്മ സമ്മത്ത് സായിറഷാത്തി, എന്നിട്ടോ ആടിൻ്റെ മറ്റു ഭാഗങ്ങളിലും വിഷം കയറ്റി. ഇതിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതൽ കയറ്റി. സുമ്മ ജാഅത്ത് ബിഹാ, പിന്നെ അതുമായിട്ട് വന്ന് ഫലമ്മ വളഅത്ഹാ ബൈന യദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വെച്ചപ്പോൾ തനാബല ദിറാ, ആ ദിറാ തങ്ങൾ ഒന്ന് എടുത്ത്. ഫലാക മിൻഹാ മുളഗത്തൻ, അതിൽ നിന്നൊരു കഷ്ണം ചവച്ച്. ഫലം യുസ്ഗിഹാ, ബുദ്ധിക്കിട്ടില്ല. വലഫലഹ, തുപ്പിക്കളഞ്ഞു. സുമ്മ ഖാല ഇന്ന ഹാദൽ അൽമ ലയുഖ്ബിറുനി അന്നഹു മസ്മൂം. ഈ സാധനം എന്നോട് പറയുന്നുണ്ട് ഇതിൽ വിഷമുണ്ട്, കഴിക്കരുത് എന്ന്. സുമ്മ ദഅ ബിഹാ, പിന്നെ പെണ്ണുങ്ങളെ ഹാജരാക്കി. ഫഅതറഫത്, ആ പെണ്ണുങ്ങൾ കുറ്റം സമ്മതിച്ചു. ഫഖാല മാ ഹമലക്കി അലാ ദാലിക്കി, ഇതിൻ്റെ നിന്നെ പ്രേരിപ്പിച്ച കാര്യം എന്ത്? കാലത്ത് കൊൽത്തു, ഞാൻ പറഞ്ഞേ, ഇൻകാന മലിക്കൻ ഇസ്റഹത്തും, എന്ന് നിങ്ങളൊരു രാജാവാണെങ്കിൽ അത് ഇവിടുന്ന് പോയി കിട്ടിയില്ലേ. അല്ല വൈൻകാന നബിയൻ, നബിയാണെങ്കിലോ നിങ്ങൾക്ക് വിവരം കിട്ടാൻ തിന്നൂലല്ലോ. അപ്പോൾ ഇവിടെ ബോധ്യപ്പെട്ട് ഫതജാവസ അൻഹ, തങ്ങൾ എന്താക്കി അത് പെണ്ണുങ്ങൾക്ക് മാപ്പ് കൊടുക്കുക ചെയ്തത്.
വകാന മഅഹു ബിശ്ർ ബിനുൽ ബറാ ബിൻ മഅറൂർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അഖദ മിൻഹ എന്താക്കി അതിൽ നിന്നെടുത്തിട്ടുണ്ടായിരുന്നു ഒക്കലത്തൻ, ഒരു കഷ്ണം തിന്നപ്പോൾ ഫാസാഹ മൂപ്പർ അത് അകത്താക്കുകയും ചെയ്തപ്പോൾ ഫമാത മിൻഹ അതിനാൽ എന്തായി മൂപ്പർ ഷഹീദായി. വഖ്തലഫത്ത് ജിവാജാത്തു ഫി തജാവുസി അനിൽ മർഅത്തി വഖത്ലിഹ ആ പെണ്ണുങ്ങളെ കൊന്നിട്ടുണ്ടായിരുന്നു എന്നും മാപ്പ് കൊടുത്തു എന്നും രണ്ട് റിവായത്ത് കാണുന്നുണ്ട്. അതിന് പറഞ്ഞത് വജമഉ ബിഅന്നഹു തജാവസ അൻഹാ അവ്വലൻ തങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യത്തിൽ എന്താക്കി മാപ്പ് കൊടുത്തു. പിന്നെ ഫലമ്മ മാത ബിശ്ർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഖതലഹ ഖിസാസൻ ഖിസാസായിട്ട് കൊന്നതാണ്. അപ്പം എന്തില്ല റിവായത്ത് തമ്മിൽ എതിരില്ല, അതാക്കി. അപ്പം അതൊന്നും തീർന്നില്ലേ. വാഹുവത്ത് ലഹുൽ അഷ്ജാറു മരങ്ങൾ തങ്ങൾക്ക് വേണ്ടി എന്താക്കി കുമ്പിട്ടിട്ടുണ്ട്. അതും എത്രയോ ഘട്ടമാണ്, എത്രയോ ഒരുപാട്. എവിടെ ഫിൽ ഖബറിൽ മർവി റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസുകളിൽ വന്നതാണത്. എൻ്റെ സനദ് പറഞ്ഞു. ഇനി പഠന വഖദ് മസ്സ വജ്ഹൻ ഫകതസാബി ബരീഖിഹി ബരീഖൻ യുറാ ഫീഹി وجوه فريقه ونصفين شقت صدرة لطريقه وصار أجاج الماء عذبا بريقه وكم آية في الأرض بانت وفي الجو صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. എന്താ പറഞ്ഞത്? വഖദ് മസ്സ വജ്ഹൻ ഒരു മുഖത്തിനെ തങ്ങൾ തൊട്ട്. അതാരാണെന്ന് നമുക്ക് ഹദീസിൽ മനസ്സിലാക്കാം. ഫക്തസ അതെന്താക്കിയെന്നറിയോ? വസ്ത്രം ഉടുത്തുന്നതാണ് ഇഖ്തസാന്റെ വാക്ക്. അതായത് ആ മുഖത്തിന് പതിഞ്ഞ് എന്താണ് ബിബരീഖിഹി കയ്യിലെ പ്രകാശം ഉണ്ടല്ലോ, അതിൻ്റെ ബരീഖ് കൊണ്ട് അതിൻ്റെ പ്രകാശം ശ്രദ്ധിച്ച് മുഖത്ത്. എങ്ങനത്തെ ബരീഖ്? ബരീഖൻ യുറാഫിഹി അതിൽ കാണപ്പെടും വുജൂഹു ഫരീഖിഹി ഈ തൊടപ്പെട്ട ആരുടെ കൂട്ടുകാരുണ്ടല്ലോ അവരുടെ മുഖം ഈ തൊട്ട തങ്ങൾ കൈവച്ച മുഖത്ത് കണ്ണാടി പോലെ കാണാൻ കഴിയുന്നു. മനസ്സിലില്ല? അതെന്താ സംഭവം? പഴയ കിതാബ് എഴുത്ത് ചെറുതായപ്പോൾ വലിയ പ്രയാസമുണ്ട്. നീ ഓത്തുമുട്ടാടെ നീ പോകുന്നില്ല, ആഴ്ചക്കൊരിക്കലേ ഓടുന്നു. ഓത്തിനിക്കും അന്നേരം കൊണ്ടാക്കല്. അത് കുറേ വിഷയങ്ങൾ ഒറ്റ ബാബിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. എന്താ ബാബുൽ ആയത്ത് ഫി അസരി യദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൻ്റെ അസറിൻ്റെ വിഷയങ്ങളാണ് പറയുന്നത്. ഒന്ന് മിന ഷിഫ കിട്ടിയ ആളാണ്, കുറേ ഉണ്ട്. വൽ ബരീഖ് അതായി പറഞ്ഞ നമ്മളെ വിഷയം. പിന്നെ വ തീബ് സുഗന്ധം അടിച്ച വിഷയം. വ നബാത്തി ഷഅർ അതുപോലെ ഈ കഷണ്ടി ബാധിച്ച ആൾക്ക് രോമം മുളച്ചത്, അതെല്ലാം കൂടെ മൂപ്പർ എന്താക്കും ഒറ്റ ബാബിൽ കൊള്ളിക്കിയത് കയ്യിൻ്റെ മൊത്തത്തിൽ. അഖ്റജ അഹ്മദു വൽ ബുഖാരി ഫി താരീഖ് വബ്നു സഅദ് വഅബൂ യഅല വൽ ബഗവി വൽ ഹസൻ ബിൻ സുഫിയാൻ ഫി മുസ്നദിഹി വത്തബറാനി വൽ ബൈഹഖി അൻ ഹൻളലത്ത് ബിൻ ഉദൈമിൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എത്ര സനദ് തോന്നുന്നോ? അഹമ്മദ് ബുഖാരി അങ്ങനെ തുടങ്ങിയിട്ട് മസഹ റഅസഹു ബിയദിഹി ഈ ഹൻളലത്തിൻ്റെ തല തടകി തങ്ങളെ കൈ കൊണ്ട് എന്നിട്ടോ വഖാല ലഹു ബൂരിക ഫീക എന്ന് പറഞ്ഞു, നിനക്ക് അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. ഖാല മൂപ്പർ പറയുന്നു ഫറഅയ്തു ഹൻളലനെ ഞാൻ കാണുന്നു യൂതാ ബിശാത്തിൽ വാരിമി ലർഉഹ ഈ ആട്ടിൻ്റെ അകിടുണ്ടല്ലോ അതിൽ നീര് കെട്ടി വീഴുന്ന എന്നെ കൊണ്ടുവരും.
എന്നിട്ടോ വൽ ബൈർ അതുൽ ഒട്ടകത്തിൻ്റെയും വൽ ഇൻസാന ബിഹൽ വറമു നീര് ബാധിച്ച മനുഷ്യന്മാരെയും എന്നിട്ടോ ഫയതുഫലു ഫി യദിഹി വയംസഹു ബിസിൽഅതിഹി മുപ്പറ കയ്യിലിങ്ങനെ ഇത് തല തടകിയിട്ട് ഈ കൈ കൊണ്ടെന്താക്കും ആ നീര് കെട്ടിയ സ്ഥലത്തേക്ക് തടവും. അത് തലയിലെന്താ ഇപ്പോൾ തങ്ങളെ തടകിയ അതിൻ്റെ ആസാറ് നോക്കുമ്പോൾ വയഖൂലു ബിസ്മില്ലാഹ് അലാ അസരി യദി റസൂലില്ലാഹ് എന്ന് പറയും. ബിസ്മി പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ച അസരൻ പിടിച്ചുകൊണ്ടാണ് മുപ്പറന്താക്കുന്നത്. വയംസഹുഹു തടകി സുമ്മ യംസഹു വാദിഅൽ വറമി പിന്നെ നീർകെട്ട് ബാധിച്ച സ്ഥലത്ത് തടകുമ്പോൾ ഫദ്ഹമുൽ വറം അതങ്ങനെ തന്നെ മാറി കിട്ടും. അപ്പോൾ തൊട്ടേനെ മുകളിൽ തൊട്ടിട്ട് അത് സാധനം കൊണ്ട് എന്താക്കാം തൊടുക. അപ്പോൾ അതിൽ നമ്മളെ വിഷയതാണ് ബരിയൊക്കെ വന്നതാ പറയേണ്ടത്. വഖറജൽ ഇമാമുൽ ബൈഹഖി അൻ അബിൽ അലാഇ റളിയല്ലാഹു അൻഹു ഖാല അബുൽ അലാഹ് പറയുന്നു ഉത്തു ഖതാദത്ത് ബിൻ മിൽഹാൻ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ രോഗം കാണാൻ പോയി. ഖതാദത്ത് ബിൻ മിൽഹാൻ അവർ രോഗിയാ അപ്പം കാണാൻ പോയി. പിന്നെ ഫീ മറദിഹി അവർ രോഗത്തിലായിരുന്നു. ഫമറ റജുലും ഫീ മുഅഖരിദ്ദാരി വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് കൂടി ഒരാൾ നടന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഇതിലേക്ക് നടക്കുന്ന ആളെ കാണൂലല്ലോ. ഫറഅയ്തുഹു ഫീ വജ്ഹി ഖതാദ അയാൾ നടക്കുന്ന ഖതാദൻ്റെ മുഖത്ത് ഞാൻ കാണുന്നു. ഒരു കണ്ണാടി വെച്ചവൻ. അപ്പം നമ്മൾ വിശ്വത്തില്ലേ ബരീഖൻ യുറാ ഫീഹി വുജൂഹു ഫരീഖിഹി എന്ന് പറയുന്നത് സ്വത്തല്ലോ. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസഹ വജ്ഹഹു ഈ ഖതാദൻ്റെ മുഖം തങ്ങൾ തടകിയതായിരുന്നു. അതിൻ്റെ ആ ബരീഖാണ് എന്താക്കിയത് വീട്ടിൻ്റെ മുറ്റത്ത് കൂടി നടക്കുന്ന ഒരാളെ ഇതിൽ കൂടി തെളിഞ്ഞ് കണ്ടത് ആ കണ്ണാടി തന്നെ. വകുന്തു ഖുൽ മാ റഅയ്തുഹു കല്ലമാ റഅയ്തുഹു ഇല്ലാ റഅയ്തുഹു കാന അലാ വജ്ഹിഹി ധ്യാൻ ഞാൻ എന്ത് കാണുന്നുണ്ടെങ്കിലും നല്ല തെളിഞ്ഞ് പഠിക്കുമ്പോഴത്തെ കണ്ണാടിയിൽ കാണും പോലെ ആ മുഖത്തിന് നേരെയുള്ള സാധനങ്ങളിൽ ഇതിൽ കാണാൻ സാധിക്കുന്നവർ. അപ്പോൾ അത് നമ്മളെ വിഷയിച്ച് ഒത്തുവന്നല്ല. വനിസ്ഫൈനി ഷുക്കത്ത് സിദ്റത്തുൻ ഒരു മരം രണ്ട് പകുതിയായി മുറിഞ്ഞു എന്നാ പറയുന്നു. ലി തരീഖിഹി തങ്ങളെ തരീഖിന് വേണ്ടി അവിടെ ഉസ്താദ് ഷറഹ് എഴുതിയത് ഇതെപ്പോഴാണ് സിദ്റത്തുൽ മുൻതഹയിൽ മേറാജ് എന്നാ അപ്പുറം കൊടുത്തത്. അപ്പം മേറാജിൽ സിദ്റത്തുൽ മുൻതഹയാണ് അത് എന്നാ പറയപ്പെടുന്നത്. പക്ഷെ അതിൻ്റെ റിവായത്ത് എനിക്ക് കിട്ടിയിട്ടില്ല. മറ്റുള്ളെങ്കിലും മരത്തിനെ വിളിച്ചപ്പം പേരോടെ പറഞ്ഞു വന്നു ജാഅത്ത് ലിദഅവതിഹിൽ അഷ്ജാറു സാദിദതൻ തംശി ഇലൈഹി അലാ സാഖിൻ ബിലാഖി എത്രയോ റിവായത്ത് കണ്ടു. അപ്പം രണ്ടായി അതുപോലെ ഒന്നിലധികം മരം കൂടിയിട്ട് പൂർണ്ണമായതും വന്നിട്ടുണ്ട് മറിയാക്കാൻ അത്രയും മൂര്യന്. ഈ കിസ്സ ഇതുവരെ വ്യക്തമായി കിട്ടിയില്ല. അപ്പം എന്തെങ്കിലും പറഞ്ഞാലാവില്ലല്ല. ഇൻഷാ അല്ലാഹ് അവിടെ എന്തെങ്കിലും വെക്കാം. ഇനി അടുത്തേതാ വസാറ ഉജാജുൽ മാഇ ഉജാജുൽ മാ യഥാ വെള്ളം ഉജാജ് അതുബ് രണ്ടുണ്ട്. അതാ മിൽഹുൻ ഉജാജ് അതുബും ഫുറാത്ത് ഖുർആനിൽ തന്നെയുണ്ടല്ലോ. അതായത് കുടിക്കാൻ നല്ല രസകരമായ വളരെ ഹൃദ്യമായതിനെന്തൊക്കെ അതുബും ഫുറാത്ത് എന്ന് പറയും. കുടിക്കാൻ പറ്റാത്ത രസമില്ലാത്ത വെള്ളത്തിനെന്ത് പറയും ഉജാജ്. അപ്പം അവിടെ ഉജാജുൽ മായി വെള്ളത്തിൻ്റെ ഉജാജ് എന്ന് പറഞ്ഞാൽ എന്താ വെള്ളത്തിൻ്റെ സിഫത്താണ് ഉജാജ്. അതിനെ മൗസൂഫിലേക്ക് ഇളാഫത്താക്കി ഉജാജുൽ മാകായി എന്തായി മാറി അദ്ബൻ അതല്ല കുടിക്കാൻ പറ്റിയ വെള്ളമായി ബിരീഖിഹി തങ്ങളുടെ രീക്കിൻ ബർക്കത്താക്കപ്പെട്ട രീക്കിൻ്റെ കാരണത്താൽ ആയി കിട്ടി എന്നാ പറഞ്ഞു. ഉണ്ടാ എന്നിട്ട് പറയുന്നതാ അപ്പോൾ വെള്ളം ശുദ്ധ വെള്ളമായി മാറി എന്നല്ലേ. വകം ആയത്തുൻ ഫിൽ അർളി ഭൂമിയിൽ എത്ര മുഅ്ജിസാത്തുകളാണ് ബാനത്ത് വെളിപ്പെട്ടത്. വഫിൽ ജബി അതുപോലെ ഭൂമിൻ്റെ മേലെ ബാനലോകത്തും. അതിനെന്താക്കി ഇപ്പം ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു സമായില്ലേ ഭൂമിയിൽ കണ്ടത് ഹൈവാനിൽ കണ്ടത് നബാത്തിൽ കണ്ടത് ഹജറിൽ കണ്ടത് എന്നിട്ട് പലതിന് ഓരി വെച്ച്. അപ്പം മേഘം വന്ന് തണലിട്ട് കൊടുക്കിയതാണ് ജബ്ബാന്ന്. അതുപോലെ മഴ പെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പെയ്തത് ജബ്ബാന്ന്. അപ്പം തങ്ങളെ കയ്യാൽ അതുപോലെ വാക്കിനാൽ ഓരോ മുഅ്ജിസാത്ത് ഇങ്ങനെ ഒളിവാക്കുന്നുണ്ട്. ഓരോ ഇനങ്ങളാക്കി തിരിച്ചിട്ട് ഹൈവാനാത്തിൽ കണ്ടത്
ജമാദാത്തിൽ കണ്ടത്, നബാതാത്തിൽ കണ്ടത്, ജമാദാത്തിൽ കണ്ടത്. അതാണ് വക്കം ആയത്തിൻ ഫിൽ അർദ്, ഭൂമിയിൽ എത്ര മുഅ്ജിസാത്ത് ബാനത്ത് വഫിൽ ജവ്വി, ആകാശത്തിലും വെളിപ്പെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ട ഉജാജുൽ മാ, വെള്ളം ശുദ്ധമായതാ വേണ്ടി. രണ്ട് അപ്പം അതിൻ്റെ ഹെഡിങ് തന്നെ കൊടുത്ത എന്താണ്? വമിൻ മുഅ്ജിസാതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹൂറുൽ ആസാരിൽ അജീബത്തി ഫീമാ ലമസഹു വബാശറഹു, തങ്ങളെ കൈകൊണ്ട് സ്പർശിച്ചതും തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാൽ ഒരുപാട് അജീബായ ആസാർ വെളിപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് പലതൊന്നിച്ചാൽ പറയും. ഒട്ടകം നടക്കാൻ കഴിയാണ്ട് കടന്നപ്പം ഒരു സംഭവം കഴിഞ്ഞില്ല, കഴിഞ്ഞ ആഴ്ച മോദിന്. അതെ, എന്നിട്ട് അതിൻ്റെ മക്കളെ വിറ്റിട്ട് 12,000 ദീനാർ കിട്ടിയെന്ന് പറഞ്ഞില്ലേ. അപ്പം അങ്ങനത്തെ തങ്ങളെ മുടി, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ തൊപ്പിയിൽ ഒരു കഷ്ടം മുടിയുണ്ടായിരുന്നു. മൂപ്പത് ഏത് യുദ്ധത്തിറങ്ങിയാലും വിജയിക്കാണ്ട് മടങ്ങലില്ല എന്ന് പറഞ്ഞു. വറവാ മുസ്ലിം വഅബൂ ദാവൂദ് വന്നസായി വബ്നു മാജ, അങ്ങനെ തുടങ്ങിയിട്ട് അൻ അസ്മാ ബിൻതി അബീ ബക്കർ, അസ്മാ ബീബി ആയിഷ ബീബിൻ്റെ അടുത്ത് റളിയല്ലാഹു അൻഹും വ അൻഹ ആമീൻ, അന്നഹ ആഖിറത്ത് ജുബ്ബത്തൻ, നമ്മളെ മറ്റു വിഷയത്തിൽ തുടക്കാം. അസ്മാ ബീബി ഒരു ജുബ്ബ എടുത്ത് പുറത്ത് കാണിച്ച് കേട്ടോ, ഐദാത്ത് അയലാം, അതിന് വരകളൊക്കെ ഉണ്ട്, ഒരു ജുബ്ബ. എന്നിട്ട് പറഞ്ഞു ഹുദർ, അതുപോലെ തന്നെ പച്ചയെന്ന്. വക്കാലത്ത് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൽബസുഹാ, ഈ ജുബ്ബ തങ്ങൾ ധരിക്കാറുള്ള ജുബ്ബയാണെന്ന് പറഞ്ഞു. എന്നിട്ടോ ഫനഹനു നഗസിലുഹ, നമ്മളെന്താക്കും, അത് കഴുകും. ആ കഴുകിയ ബള്ളുണ്ടല്ലോ, ആ ബള്ള എടുത്തിട്ട് നസ്തശ്ഫീ ബിഹ, അതുകൊണ്ട് രോഗങ്ങൾക്ക് ശിഫ തേടാറുണ്ട്. ഈ ഇത് കഴുകിയിട്ടെടുത്തിട്ട് അതിനെ വെള്ളം കുടിക്കുക, നമുക്കെല്ലാം ആഗ്രഹിക്കുന്ന പണി തന്നെ. وروى البيهقي عن أنس بن مالك رضي الله عنه أنه صلى الله عليه وسلم سكب من فضل وضوئه في بئر قباء, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒളുണ്ടാക്കിയ ബാക്കി വെള്ളം ഒഴിച്ച് എവിടെ? ഹുബായിലുള്ള കിണറിൽ. ഫമാ നസിഫത്ത് ബഅദു, അതിനുശേഷം ആ വെള്ളം വെറ്റാറില്ല. ഐ ബഅദമാ സകബ ഫീഹാ ഫضل റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, തങ്ങൾ ഉണ്ടാക്കിയ വെള്ളം ഒഴിച്ചതിന് ശേഷം ആ കിണർ വെറ്റാറില്ല. വഫീ റിവായത്തിൻ തഫല ഫീഹാ എന്നുണ്ട്, അതിൽ തുപ്പിയതാണ്. അവിടെയാണ് നമുക്ക് എന്താക്കാം, ബിരീഖഹി ഒക്കൽ. വറവ അബൂ നുഐം അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബസക ഫീ ബിഇരിൻ കാനത് ഫീ ദാരി അനസ് ബിൻ മാലിക്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരു കിണറുണ്ടായിരുന്നു, അതിൽ തങ്ങൾ തുപ്പി. ഫലം യകും ബിൽ മദീനത്തി അഅദബ മിൻഹ, മദീനയിൽ ഇത്ര രുചികരമായ ശുദ്ധമായ വെള്ളം വേറെ എവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ നമുക്കില്ലേ, വസാറ ഉജാജുൽ മായി അദ്ബൻ ബിരീഖിഹി വമറ അലാ മാഇൻ ഫീ ബഅദി അസ്ഫാരിഹി, തങ്ങളുടെ സഫറുകളിൽപ്പെട്ട് ചിലപ്പോൾ ഒരു വെള്ളത്തിനടുക്ക് പോയി ഫസാല അൻ ഇസ്മിഹി, ഇതിൻ്റെ പേരെന്താന്ന് ചോദിച്ചു ഈ കിണറിൻ്റെ. ഫഖീല ഇസ്മുഹു, ഇപ്പോൾ ആ ഇതേതാ കണ്ട മറ്റേ കണ്ണടിക്കട്ടെ, ഇതിനെന്തോ ഒരു കുഴപ്പമുണ്ട്. അത് മേശമ്മിൽ അടുണ്ടാ, മേശമ്മിൽ ഒന്നാമത് ഇതിൻ്റെ എഴുത്ത് പണ്ടത്തെ കല്ലിൻ്റെ അച്ചാറുണ്ട്, എഴുത്തിങ്ങനെ ജോയിൻ്റാണ് ഓരോ അക്ഷരങ്ങൾ. അടില്ലേ ആ പണ്ടത്തെ കല്ല്, അതിൻ്റെ മറുവശം ഉണ്ടായി ഇങ്ങനെ കാരയപ്പം കണക്ക് പൊന്തിച്ച്, അതല്ല അത് കഴിഞ്ഞാൽ അത് മുമ്പേ ഉള്ളു.
നമ്മ എപ്പം ദർശനിടുന്ന ആ മേശം വരില്ല. പോട്ടെ, ഇതെങ്ങനെയെങ്കിലും വായിക്കാം. പേര് ചോദിച്ചല്ലേ. ഫഖീല ഇസ്മുഹു ബൈസാൻ വമാഉഹു മിൽഹുൻ. എൻ്റെ പേര് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞ് അതിൽ ഉപ്പ് വെള്ളമാണ്, കുടിക്കാൻ പറ്റൂല എന്ന്. ഉജാജിൽ മാ എന്ന് പറഞ്ഞു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ബൽ ഹുവ നുഅ്മാൻ. പേരങ്ങോട്ട് മാറ്റി, നുഅ്മാൻ. വമാഉഹു തയ്യിബുൻ, അതിൻ്റെ മാ തയ്യിബാണെന്നും പറഞ്ഞു. അപ്പം എന്തായിന്നറിയോ? ഫതാബ ബി ബറക്കത്തിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എന്തായി അന്ന് മുതൽ വെള്ളം തയ്യിബായി മാറിയത്. അത് അവരാക്കുമാക്കും ഉണ്ടാക്കും. ഞാൻ പണ്ട് കുഞ്ഞഹമ്മദ് ശേഖിൻ്റെ കറാമത്തിരിക്കും പറഞ്ഞില്ലേ, മാങ്ങിൻ്റെ. നമ്മളെ കുഞ്ഞഹമ്മദ് ശേഖ് നൂഞ്ഞേരി പുറത്തീനെ ആ മദ്രസൻ്റെ പരിസരത്ത് ഒരു മാവുണ്ടായിരുന്നു, ഉപ്പറ ചങ്ങയിൻ്റെ വലിയ കപ്പക്കൻ്റെ വിൽപ്പുണ്ടാകുമല്ലോ, ഒരാൾക്ക് എടുക്കാൻ മാത്രമുണ്ട് മാങ്ങ. പക്ഷെ പുളി കൊണ്ട് ആർക്കും എടുത്തുകൂടാം. ഈ പുളി മാറ്റിയിട്ട് മധുരാക്കണം. അതിൻ്റെ പണി കുഞ്ഞാമത് ശേഖന് തക്കിരിച്ച് എന്നിട്ട് മാങ്ങ കുറച്ചുകൂടെ പ്ലേറ്റ് വെച്ച് മൂപ്പറുണ്ട്. കുഞ്ഞാമതേ, നിൻ്റെ മാങ്ങക്ക് എന്തൊരു മധുരാന്നിട്ട് തോന്നുന്നു. നോക്കുമ്പോൾ അന്ന് മുതൽ കായ്ക്കുന്ന എല്ലാം ക്ലിയറായി. ആ മാവ് അടുത്ത അലമ്പിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ പരിധിയിട്ട് കണ്ടിട്ടില്ല. ആ മദ്രസൻ്റെ ടേണിങ്ങിൽ നിന്ന് ഇങ്ങനെ കയറുമ്പോൾ പുറത്തിരി അത്രയൊന്നും കൊല്ലായിട്ടില്ലല്ല കുഞ്ഞാ. പക്ഷേ 140 കൊല്ലയിൽ 1300 ഒപ്പത്ത് ഒരു വാക്കാന്നു. ഇനിയോ വറവ ഇബ്നു മാജ വൽ ബൈഹഖി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തിയ ബിദൽവിൻ മിൻ മായി സംസം. സംസം വെള്ളത്തിൻ്റെ ഒരു പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് ഫമജ്ജ ഫീഹി എന്നുവെച്ചാൽ അൽക്കാ ഫീഹി മാ ഫമിഹി, ഞങ്ങളെ ജീക്ക് അതിലേക്ക് ഇട്ടിച്ചത്. മജ്ജാൻ്റെ അർത്ഥം വെച്ചാൽ മുമ്പ് മായി ഫമി വരീഖി ഫസാറത് റായിഹത്തുഹു അത്യബ മിനൽ മിസ്ക്. അവിടെ നിന്ന് അങ്ങോട്ട് വെള്ളത്തിൻ്റെ വാസന കസ്തൂരിയേക്കാളും മണമുള്ളതായി എന്ന് പറഞ്ഞു. കുറേ സംഭവങ്ങളും തിരിക്കുന്നുണ്ട്. അതാ വസാറ ഉജാജുൽ മായി എന്തായി അത് ബംബിരീഖിഹി, തങ്ങളുടെ ജീക്ക് കാരണത്താൽ അതുമായി മാറിയത്. അങ്ങനെ എത്ര 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 മുഅ്ജിസാത്തുകൾ കണ്ടു. ഒരുപാട്. على العرش إكراما وطابا بجاهه ألا إنه في الحشر اتجاهه وجيه ومن عند الغيمين جاهه وفي ليلة المعراج عن ربه يروي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഇനി തങ്ങളെ മദ്ഹകളിലേക്ക് കിടക്കുന്നു. വവാജഹുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹു മുവാജഹത്ത് ചെയ്തു. അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള ഇഖ്ബാലിനാണ് മുവാജഹത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അബ്ദിൻ്റെ വക്കൽ എന്താ പറയുക? തവജ്ജുഹ് എന്ന് പറയും. അങ്ങനെ ഇങ്ങോട്ടുള്ളതിന് മുവാജഹത്ത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സുലൂക്ക്, ജുദ്ബ്. തവജ്ജുഹ് എന്താ ഉണ്ടാകല്? സുലൂക്ക് എന്ന് വെച്ചാൽ റബ്ബിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് അബ്ദ് ചെയ്യുന്നെന്തോ കൗലോ ഫേലോ തെർക്കോ എന്തോ ആട്ടെ, അതൊക്കെ എന്താണ്? സുലൂക്കാണ്. ആ നിയ്യത്ത് വേണം. എന്തു ആവാം, അത് സാമ്പത്തികമാവാം, ശാരീരികമാവാം. ഒരാൾ റുക്കൂ ചെയ്ത് അത് സുലൂക്കാണ്. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ ഫദ്ലാൽ ഇങ്ങോട്ട് കൊടുക്കുന്ന എന്താണോ അതിനെന്താ പറയും? ജദ്ബ് എന്ന് പറയും. അത് നമ്മൾ പണ്ടേ പഠിച്ചാണ്. അപ്പോൾ ഇവർക്ക് എന്തുണ്ട്? അൻവാറു തവജ്ജുഹുണ്ട് അബ്ദിൽ, അൻവാറുൽ മുവാജഹത്തുണ്ട് റബ്ബിൽ. അപ്പം ഈ മുവാജഹത്ത് എന്ന് പറയുമ്പോൾ മുഖവും എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ചെറിയ ഒരു ഈഹാമ് വന്നിട്ടുണ്ട്. ഇതിൽ ഹവാദിസിനോട് യദുല്ലാഹി ഫൗക അയ്ദിഹിം എന്ന് പറയുമ്പോൾ ഒരു അതല്ല, നമ്മുടെ ജലാലി കണ്ടില്ലേ എന്ന്,
വൽയദു ഗൈറ ഇംതിറാഇ യദുൽ അലിയിൽ അലായി ഖുദ്സല്ലി ആലി സിഫാത്ത്. അതിന് മുമ്പ് ബായഅതുകും ബിത്തിഖാഇ വൽയദു ഗൈറ ഇംതിറാഇ യദുൽ അലിയിൽ അലായി ഖുദ്സല്ലി ആലി സിഫാത്തി. ശൈഖന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബായഅതുക്കും, ഞാൻ നിങ്ങളോട് ബയ്യത്ത് ചെയ്തിട്ടുണ്ട്, ബിത്തിഖായി, തഖ്വ ചെയ്ത് ജീവിച്ചു കൊള്ളാമെന്ന്. വൽ യദു, ഈ യദ് ഗൈറംതിറായി, സംശയിക്കേണ്ട, യദുൽ അലിയിൽ അലാഹ്, ഉന്നതമായ അള്ളാഹു, അള്ളാഹുവിൻ്റെ ഉന്നതിക്കാണ് അലാഹ്, അതിന് ഉന്നതിയുള്ളവൻ. അതാരാന്ന് അള്ളാഹു തആല അവൻ്റെ കൈയാണ് എന്ന് പറഞ്ഞു. അപ്പൊ കയ്യിൻ്റെ ഒരു ഇസ്ബാത്ത് പത്തിൽ വന്നിട്ടുണ്ടല്ലോ, ഉടനെ എന്താക്കി ഖുദ്സല്ലി അലി സിഫാത്തി. അപ്പോൾ ഒരു തശ്ബീഹിന്റെ ഒരു ഷായിബത്ത് വന്നപ്പോൾ ഉടനെ എന്താക്കി തൻസീഹിലേക്ക് കടന്നു. ഇത് തന്നെയാണ് ഇവിടെയും നടന്നത്. വവാജഹുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹു തങ്ങളോട് മുവാജഹ ചെയ്തു. അപ്പോൾ ഒരു ഇഹാമു അതെന്താക്കി ജല്ല നിസാഹുഹു, അള്ളാഹുവിന്റെ പരിശുദ്ധത ഉന്നതമാണ് എന്നെന്താക്കിയതിന് തൻസീഹിലേക്കാണ് കടന്നു. ഇനി എവിടെ വെച്ച്? അലൽ അർശിന്റെ മേലെ, ഇക്റാമൻ, തങ്ങൾ ആദരിച്ചു കൊണ്ടിട്ട്. എന്നിട്ടോ വതാബ വിജാഹുഹു, ആ മുവാജഹത്ത് വളരെ നന്നായിട്ടുണ്ട്. വാജഹ യുവാജിഹുവിന്റെ മസ്തറാണല്ലോ ഇത് വിജാഹ്. ആ വാജഹ യുവാജിഹു, മുവാജഹത്ത്, വിജാഹ്, രണ്ട് മസ്തറുണ്ടല്ലോ, ആ മസ്തറാണിത് വിജാഹ്. അപ്പൊ തങ്ങളുടെ വക്കൽ നിന്നുണ്ടായ അത് ഇങ്ങോട്ടും, അള്ളാന്റെ വക്കൽ നിന്നുണ്ടായ ഇങ്ങോട്ടും, തവജ്ജുഹും മുവാജഹത്തും, അതാണ് ഇത് വിജാഹ്. അതും വളരെ നന്നായിട്ടുണ്ട്. എന്താണ്? അള്ളാഹു ഏറ്റവും ഉന്നതമായ ഒരു ദാത്ത്, അള്ളാഹുവിൻ്റെ ഖാലിഖിൽ ഏറ്റവും ഉന്നതമായ ദാത്തായത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് രണ്ടും, ഒന്ന് തവജ്ജുഹും ഒന്ന് മുവാജഹത്തും വന്ന താബ വിജാഹുഹു, ആ മുവാജഹത്തും വളരെ മെച്ചപ്പെട്ടതായി. ഇത് ഇതിന്റെ അല്ല, അത് ജലാലിന്റെ ബൈത്തി പറഞ്ഞല്ലോ, മാപ്പിള നബാലിമിന്റെ അല്ലേ, മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ കാഹിലി. സദഖത്ത്, ഇത് സദഖത്ത് പറയാം. പക്ഷെ ഓരോ കുടുംബക്കാരാ, ഓരോ പാരമ്പര്യം അടുത്തേക്ക് എത്തും. മോറ ഇപ്പൊ അടുത്തുള്ളല്ലേ, ഫഖറുദ്ദീൻ നിങ്ങളെ കാലത്തല്ലേ? അല്ലല്ല, ഫഖറുദ്ദീൻ പാടൂർ അക്കാലത്ത് ആരെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. മൂപ്പർ 400 ചില കൊല്ലല്ല സദഖത്തുല്ലാഹി. എന്നിട്ടോ അലാ ഇന്നഹു ഫിൽ ഹശ്രി, അത് ഹശ്റിൽ തീർച്ചയായും തങ്ങള് നിഅമത്തിജാഹുഹു, തങ്ങളെ ഇത്തിജാഹ് വളരെ നന്നായിട്ട് എന്തുകൊണ്ടാണ് അള്ളാഹുവിലേക്കുള്ള മുന്നിടൽ. ഇത്തജാൻ അസലം കണ്ടാല് ഈവ് താജ വാവ് വിജാഹൻ വജഹിൽ നിന്നാണല്ലോ പിടിക്കുന്നത്. ഈവ് തഹജ, തഹജ ഇഫ്തിയാല് വാബ്, അതിനെന്താക്കും വാബ് മറിച്ചിട്ട് താകാക്കിരി ഇത്തജഹ, അതിന്റെ മസ്തറായത് ഇത്തിജാഹ്. അപ്പൊ ഹശ്റില് തങ്ങളുടെ ഇത്തിജാഹ് എന്ന് വെച്ചാൽ അള്ളാഹിനെ കൊണ്ടുള്ള മുന്നിടൽ വളരെ നന്നായിട്ടുണ്ട്. അതിന് ശഫാഅത്തുൽ ഉലമാക്ക് വേണ്ടിയിട്ടാണ് തങ്ങൾ ശഫാഅത്ത് ഇതാക്കുന്നത്, അള്ളാഹിനെ കൊള്ള മുന്നിടുന്നത് ഹശ്റില്. വജീഹുൻ, തങ്ങൾ വലിയ പദവിയുടേവരാണ്. വമിൻ ഇന്ദിൽ മുഹൈമിനി, മുഹൈമിനായ അള്ളാന്റെ വക്കൽ നിന്നാണ് ജാഹുഹു, തങ്ങളുടെ ജാഹ്. അപ്പൊ ജാഹുഹു മുബത്തദയും മിൻ ഇന്ദിൽ മുഹൈമിനി എൻ്റെ ഖബർ വരും. മറ്റുള്ള ആളെ വക്കുന്ന ജനങ്ങൾ ഉണ്ടാക്കുന്ന ജാഹ് ഉണ്ടാവും, അത് ചിലപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കും, അതിനൊന്നും കാതിലുണ്ടാവില്ല. എന്തെല്ലോ പറഞ്ഞു പുരുഷൻ, ഇത് റബ്ബിന്റെ വക്കുന്ന തങ്ങളെ ജാഹ്. അപ്പൊ അർജുനൻ വഫീ ലൈലത്തിൽ മേറാജിന്റെ രാത്രിയിൽ ജർബി അൻ റബ്ബിഹി, റബ്ബിനെ തൊട്ട് തങ്ങൾ റിവായത്ത് ചെയ്യുന്നു എന്നുള്ള വാസിത്തയില്ല. എൻ്റെ റബ്ബ് പറഞ്ഞു എന്നാട്ടാണ് സനത് പറയാം. അപ്പം ഖുദ്സിയായ ഹദീസിന്റെ സ്ഥാനത്ത് വരും. ഇനി പാട് على العرش إذ لا ثم شرق وغربه دنا فتدلى فانثنى عنه كربه
وأقرب من قابل لقوله قربه لقد قام بالإكرام بالموقف العلوي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. وقد بات بالمولى. മേറാജിന്റെ സംഭവത്തിലേക്കാണ് പിന്നി പോകുന്നത്. മൗലയോടൊപ്പം രാത്രി കഴിഞ്ഞുകൂടി എന്ന് പറഞ്ഞാൽ മേറാജിന്റെ രാത്രിയാണല്ലോ ബാത്ത. എത്തരത്തിൽ വക്കത്താബ ഷുറുബുഹു, തങ്ങളെ ഷുറുബ് വളരെ രുചികരമായിട്ടുണ്ട്. ആ ഷുറുബ് ഏതാ ഉദ്ദേശിക്കുന്നത്? മഹബത്തിന്റെ ഷുറുബ്. സഖാനി കുടിപ്പിച്ച് ഞാൻ കുടിച്ച് ഷുറുബ് എന്നൊക്കെ പറഞ്ഞില്ലേ, ആ മഹബത്തിന്റെ ഷുറുബിനെ പറ്റിയാണ് അത് വിഭാർത്ത്. അർശിന്റെ മേലെ ഇതിലെ ഷർക്കും ഗർബുഹു, അവിടെ ഷർക്കും ഗർബൊന്നും പറയാനില്ല. അതായത് മക്കാനിന്റെ ഒരു ചർച്ച അവിടെ ഇല്ല. പിന്നെ ധന ഫതദല്ല അല്ല, അത് പറഞ്ഞില്ലേ ധന ഫതദല്ല, അത് പറഞ്ഞല്ലോ വന്നജമി സൂറത്തി സുമ്മ ധന ഫതദല്ല. മുമ്പ് നമ്മൾ ധന ഫതദല്ല അതിനെപ്പറ്റി നീണ്ട മണിക്കൂറുകളോളം ചർച്ച ചെയ്തിട്ടുണ്ട്. ധന ഫതദല്ല. അപ്പൊ ധന ഇബാറത്ത് ഏതാണ്? അള്ളാഹുവിലേക്കുള്ള തവജ്ജുഹാണ്, അടുത്ത്. തദല്ല എന്ന് പറഞ്ഞാൽ നേരെ വാക്കിൻ്റെ അർത്ഥം അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വന്നാ പറയില്ലേ, എന്നാ തുടക്കത്തിലുണ്ടായിരുന്നത്. അപ്പോൾ തങ്ങളെ വാക്കൽ നിന്നുള്ള ധന ഉണ്ടായി. ഇപ്പോൾ തദല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ വാക്കൽ നിന്നുള്ള ഇഖ്ബാലും ഉണ്ടായി. എന്നിട്ടോ ഫൻസന നീങ്ങിപ്പോയി, അന്നു തങ്ങളെ തൊട്ട് കെറുബുഹു, തങ്ങളെ കെറുബെല്ലാം നീങ്ങിപ്പോയി. ഈ സുലൂക്കിന്റെ തവജ്ജുഹുകളിൽ കൂടിയും ജദബിന്റെ അൻവാറും കൂടെ കൂട്ടിക്കെട്ടിയാൽ രണ്ടും കൂടെ മിക്സ് ആയതുണ്ട്. കൽബിന് പിന്നെ ഒരു തരത്തിലുള്ള ദുഃഖങ്ങളും ഉണ്ടാവില്ല, ആർക്കും ഉണ്ടാവില്ല. തങ്ങൾക്ക് അതിന്റെ ആരാമർത്തബയില് കിട്ടുന്നത് കൊണ്ട് ഉണ്ടാവില്ല. സാധാരണ ഔലിയാക്കൾക്ക് തന്നെ അതിനൊരു നുക്കത്തേ പോണ്ടോ എല്ലാം നമുക്ക് കേട്ട് 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 അഞ്ഞ വയ്ത്താപ്പാ. വയ്ത്തോന്നില്ലേ, ഹീ കൊണ്ട് അവസാനിക്കുന്ന വയ്ത്തില്ലേന്ന്. فقطرة منه تكفي الخلق لو شربوا فيشتحون على الأكوان بالتيهين من ذاك طعم شراب القوم يدريه ومن دراه غدا يشريه بالروح يشريه من ذاك طعم شراب القوم. നമ്മൾ അൽക്കൗം ഉണ്ടല്ലോ, അവർ കുടിച്ച പാനീയോ ഒരാൾ ഇങ്ങനെ ഒന്ന് ആസ്വദിക്കേ പോലൂ, എന്നാ എതിരി അന്നേരം തിരിയും അതിൻ്റെ കഥെന്താണ്, അതിൻ്റെ മഹത്വം എന്താണ് എന്നൊക്കെ. അത് പറഞ്ഞു കൊടുത്താലൊന്നും തിരിയില്ല, ആസ്വദിച്ചാൽ തിരിയും. എതിരി അതൊന്നാമത്തെ മുഖദ്ദിമ. വമൻ ദറാഹു, അതാ തിരിഞ്ഞാക്കോ. വമൻ ദറാഹു ഗദാ ബിർറൂഹി യശ്രീഹി. യശ്രീഹി ബിർറൂഹി. ഗദ എന്ന് പറഞ്ഞാൽ നാളെ അർത്ഥത്തിനല്ല, ഗദൻ എന്നല്ല. അതുകൊണ്ട് ഗദൻ എന്നുകൊണ്ട് ഓതാൻ തുടങ്ങി ഗദൻ നാളെ എന്നാന്ന് എഴുത്തിന്റെ കിതാബിലുള്ളതിനോട് തർക്കം പിടിച്ചപ്പോൾ അമ്മനോട് പൂട്ടി മതിയാക്ക് മക്ക് വിധിയാണ്. ഗദ യഹദു എന്നുള്ള എന്താ സാധനം? കാനന്റെ വില ഉണ്ടാകില്ലേ ഗദ. അവിടെ തൻബീം കൊടുത്താൽ ഗദൻ നാളെ എന്ന അർത്ഥം കിട്ടില്ലേ, അങ്ങനെയല്ല വേണ്ടു. വമൻ ദറാഹു ഗദാ യശ്രീഹി ബിർറൂഹി. ഇതിന് പകരമായിട്ട് റൂഹ് കൊടുത്തിട്ട് അത് മലക്ക് വാങ്ങുന്നു. ആസ്വദിച്ചെങ്കിലേ ഞാൻ എൻ്റെ റൂഹ് തരാം, എന്നിട്ട് ഒരു തുള്ളി വേണം. അത്ര രുചികരമായിരിക്കും എന്നാ പറഞ്ഞു. ഇതെങ്ങനെ? അപ്പോൾ റൂഹ് കൊടുത്തിട്ട് എന്താക്കി? ലേശം കൊടുത്തു, ഇങ്ങോട്ട് പകരം കൊടുത്തു. അതിനപ്പുറം എന്താ പറഞ്ഞേ? ഒരു റൂഹ് കൊടുത്തിട്ട് കുറച്ച് വാങ്ങി, അത് തീരുമ്പോൾ എന്താക്കി? വേറെ റൂഹയുടെ വന്നപ്പോൾ ആ റൂഹം കൊടുത്തു. അറുവാഹൻ, ഓരോ റൂഹകളെ പകരം 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 കൊടുക്കുന്നുണ്ട്. ഫജാദബിഹ, അതെല്ലാം കൊടുത്ത് ഈ ശതാബ് വാങ്ങാൻ. ഫീക്കുല്ലി തറഫത്തെ അതിനാ കൊടുക്കുന്നപ്പോൾ ഒരു കണ്ണു ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് റൂഹ കൊടുക്കൽ എന്നാ പണി. എന്നാലും ലാ യുസാബിഹി, ഇതിന് തുല്യമാവൂല. അതിന് കൂടുതലൊന്നും വേണ്ട. വഖത്റത്തും മിന്നു തക്ഫിൽ ഖൽഖ ലൗ ശരിബൂ.
കുടിക്കാനിറങ്ങിയ ഒരു കത്രത്ത് മതി. അതാ സംഗതി. അപ്പൊ ഫൽസന അന്നു കറുബുഹു, പിന്നെ കറുബുകളെല്ലാം അങ്ങ് നീങ്ങിപ്പോയി. ഇനി ബത്തിലെ കിടക്ക് വ കുറുബുഹു മുബത്തതക്ക് വ കുറുബുഹു, തങ്ങളുടെ കുറുബ്. എന്തിനുമായിട്ടുള്ള കുറുബ്? അള്ളാഹുമായുള്ള കുറുബ ഉദ്ദേശിക്കുന്നു. ഏത് കുറുബ്? അള്ളാഹുവിന് മക്കാനിയല്ല, മക്കാനത്തിന്റെ കുറുബ്. മക്കാൻ ഉണ്ടാവില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല സമാനി മക്കാനത്ത് മുനസ്സഹാമ പണ്ട് പഠിച്ചു കഴിഞ്ഞാല് മാനവീയായ കുറുബ് അഖ്റബു മിൻ ഖാബി ഖൗസൈൻ, ഖാബിൽ ഖൗസൈൻ, അത് ഖുർആനിൽ തന്നെ ഫഖാബ ഖൗസൈൻ യൗദിനാ, ഏറ്റവും അതായത് ഇടയിൽ വ്യത്യാസമില്ലാത്ത രീതിയിൽ. അപ്പൊ ആ ലഫ്ദിന്റെ അർത്ഥം ഇപ്പൊ നോക്കൂല. ആയത്തുൽ ഖുർബ് എന്ന് ഇബാറത്തോട് കഴിഞ്ഞു, ഖാബ ഖൗസൈനിയായി. അവർ രണ്ടാളും കൂടി ഖാബ ഖൗസൈനായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന്, ഒരിക്കലും ഖുർബ് ചെയ്യാത്ത സുഹൃത്തുക്കളായി എന്നാണ് ഇബാറത്താണ്. അതെ അതെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലഖദ് കാമ ബിൽ ഇക്റാമി, ഇക്റാമോടുകൂടി നിന്നിട്ടുണ്ട് തങ്ങൾ, ബിൽ മൗഖിഫിൽ ഉൽമി, ഉന്നതമായ മൗഖിഫിൽ, അതായത് അർശിന്റെ മേലെ. അപ്പം ബി എന്താ, ഫീന്റെ സ്ഥാനത്തായി മൗഖിഫിൽ. ഇക്റാമുമായി അള്ളാഹിന്റെ വക്കൽ നിന്നുള്ള ഇക്റാമുമായിട്ട് തങ്ങൾ നിന്നു. അപ്പൊ ഇക്റാം ആരാ വെക്കുന്ന? അള്ളാഹുവിന്റെ വക്കുന്ന ഇക്റാം. അപ്പൊ ഇക്റാം എന്തായി? മസ്തർ ഇസ്മ മഫ്ഊലിനെ ബന്ധപ്പെട്ടതായി. ബഹുമാനിക്കപ്പെടൽ എന്നല്ലേ പറയുന്നു. ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ടതാണെങ്കിൽ ബഹുമാനിക്കൽ, ഇത് ബഹുമാനിക്കപ്പെടൽ. ഇനി മഖ്മൂലൻ وأخرى ولم ننزل من العلم جندنا فما من نبينا لا ما نال عندنا ولا ملك يدنو إلى موضع عندنا ولا مرسل من ذا لموقفه يغوي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. മഖൂലൻ ലഹു, തങ്ങളോട് പറയപ്പെടുന്ന ഉണ്ടാകുന്ന ഹാലിൽ. മഖൂലന ആരോടാണോ പറഞ്ഞത്, പറഞ്ഞ ഫായിലെന്താ പറയും? കായില്. പറയപ്പെട്ടാക്കുന്ന മഖൂലുൻ ലഹു, പറഞ്ഞ ആ വാർത്തക്ക് മഖൂൽ. ഇവിടെ മഖൂലൻ ലഹു വന്നു. അപ്പൊ ഒരു കായിലുണ്ട്, പിന്നെ ആ പറച്ചൻ എന്താ പറയും? കൗല് എന്ന് പറയും. പറയപ്പെടുന്ന ആക്ക് മഖൂലൻ ലഹു എന്ന് പറയും. ആരോ എന്താ വാർത്ത പറഞ്ഞത് അതിന് മഖൂലെന്നും പറയും. ഇതെല്ലാം കുറെ ഒരു ഫെയിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം മഖൂലൻ ലഹു അത് തങ്ങളിൽ നിന്ന് ഹാലാണ്. തങ്ങളോട് പറയപ്പെട്ടതായ ശൈലി എന്താ പറഞ്ഞത്? ലൗലാഹു മാക്കാന മിൻ ദുനാബ ഉഖറ, തങ്ങളെ പടച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ദുന്യാബ് ഉണ്ടാവൂല, ആഖിറ നമ്മൾ പണ്ടേ പറയില്ലേ. എന്ന് മാത്രമല്ല വലം നുൻസിൽ മിനൽ ഉൽവി, ഉന്നതിയിൽ നിന്ന്, അതായത് ഉയർന്ന ഭാഗത്ത് നിന്ന് ഇറക്കുകയും ചെയ്യൂല. ജുന്ദന, നമ്മുടെ ജുന്ദന മലായിക്കത്തിന് യുദ്ധത്തിന് വേണ്ടി ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ വഹ്യുമായി മലായിക്കത്ത് വരുന്നുണ്ട്. അപ്പൊ തങ്ങളില്ലെങ്കിൽ പിന്നെ എന്താ വരുന്നത്? അത് സാധാരണ പ്രയോഗമല്ലേ, അത് സനദില്ലാത്തത്. അതെ, അത് കീല എന്ന് പറഞ്ഞാൽ പറഞ്ഞാളെ ഇതില്ല, ആ പറഞ്ഞാളെ പറയും. പോലും പറയില്ലേ നമ്മൾ ഐതിഹ്യങ്ങൾ. കീല വക്കാല. പിന്നെ ഫമാമിൻ നബിയൻ, ഒരൊറ്റ നബിയുമില്ല. എങ്ങനത്തെ നബി? നാല മാനാല ഇന്ധന, നമ്മുടെ അടുക്കിൽ നിന്ന് കരസ്ഥമാക്കിയ പോലെ, തങ്ങൾ കരസ്ഥമാക്കിയ പോലെയുള്ളത് കരസ്ഥമാക്കിയ വേറെ ഒരു നബിയുമില്ല. നബിമാർക്ക് തീരെ ഇല്ല എന്നല്ല.
വലാ മലക്കുൻ ഒരു മലക്കുമില്ല യദുനു ഇല മൗളിഇൻദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത ആ സ്ഥലത്തേക്ക് എത്തുന്ന ഒരു മലക്കുമില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പോലും പിരിഞ്ഞു എന്ന് നമ്മൾ മേറാജിന്റെ കിസ്സയിൽ ഓതിയിട്ടുണ്ട്. വലാ മുർസലുൻ ഒരു മുർസലും ഇല്ല. ഏതിൻ്റെ പേര്? വലാ മലക്കുൻ വലാ മുർസലുൻ, അതാണ് തീർന്ന്. എന്നിട്ട് മന്ദാ യഅ്വി ലി മൗഖിഫിഹി, അതൊരു ചോദ്യം. പിന്നെ ഇൻകാരേച്ച് മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു എന്ന് ചോദിക്കും പോലെ മന്ദാ യഅ്വി ലി മൗഖിഫിഹി, തങ്ങളുടെ മൗഖിഫിലേക്ക് അണയുന്ന ആരാണ് വേറെ ആരുള്ളത്? അത് തന്നെ പറഞ്ഞല്ലോ, ഒരു നബിയോ ഒരു മലക്കോ ഒരു മുർസലോ ഒന്നുമില്ല. അപ്പൊ ഇവിടെ എന്ത് പറയാ? ഫമാഹു ഇല്ലാ ഷാഹിദുൻ ഇൻദ ഷാഹിദി സറാ ഖൈറ മൗഊദിൻ ഇലാ ഖൈരി വാഇദി ഫദാ നിഅമ മൗജൂദൻ വദാ ഖൈറു വാജിദി വഹൽ ഹുവ ഇല്ലാ വാഹിദുൻ ഇൻദ വാഹിദി ലഹു സൂറത്തുൻ ഫിൽ ഖൽബി അൻഹാ ഫലാ യഗ്വി സ്വലാത്തുൻ വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. അപ്പം ഇതെല്ലാം തൻസീഹ് നോക്കിയിട്ട് പറഞ്ഞോളണം. ഫമാഹുവ ഇല്ലാ ഷാഹിദുൻ, തങ്ങൾ ഒരു ഷാഹിദ്. ഇന്ത ഷാഹിദ്, ഷാഹിദായ അള്ളാഹിൻ്റെ അടുക്കൽ. അപ്പം ഇന്താന്നുള്ള മക്കാനല്ല എന്ന് വെച്ചാൽ തീർന്ന് ഷാഹിദ്. അപ്പം അള്ളാഹു താലാക്ക് ഒരർത്ഥത്തിൽ ഷാഹിദിനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു അർത്ഥത്തിൽ ഷാഹിദാണ്. എന്താണ്? അള്ളാഹ്ക്കുള്ള പോലെ തങ്ങൾക്കുണ്ടെന്നോ തങ്ങൾക്കുള്ളത് പോലെ അള്ളാഹ് കിട്ടുന്നില്ലല്ലോ. അപ്പം അതിൻ്റെ എന്തുണ്ട്? കമ്പിലും കൈഫിലും മാറ്റം ഉണ്ടാവും. സറാ ഖൈറ മൗഊദിൻ ഇലാ ഖൈരി വാഹിദി, ഖൈറു വാഹിദാരാന്ന് വാദ ചെയ്യുന്ന കൂട്ടത്തിൽ ഏറ്റവും ഖൈറായത് അള്ളാഹു തആല. അപ്പം ഖൈറായ മൗഊദാരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം സറാ എന്ന് പറഞ്ഞാൽ രാത്രി സഞ്ചരിച്ചു. ആര്? ഖൈറ മൗഊദിൻ, വാദ ചെയ്യപ്പെടുന്ന പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവരായിട്ട്. എവിടത്തേക്കാ സഞ്ചാരം? ഇലാ ഖൈരി വാഹിദിൻ, വാദ ചെയ്യുന്ന ഏറ്റവും ഖൈറായ അള്ളാഹുവിൻ്റെ ഹദ്റത്തിലേക്ക്. അതാ ഞാൻ പറഞ്ഞ എല്ലാത്തിനും എന്താക്കണോ? തൻസീഹ് നോക്കിക്കോളാം. ഫദാ നിഅമ മൗജൂദൻ വദാ ഖൈറു വാജിദി. ആരാ വാജിദ്? അല്ലാഹു തആല. അസ്മാഉൽ ഹുസ്നയില്ലേ? അപ്പോൾ ഖൈറു വാജിദ്. അപ്പോൾ ആദ്യത്തെ എന്താന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. ഫദാ ഇശാറത്ത് നിഅമ മൗജൂദൻ, തങ്ങൾ മൗജൂദായ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതത്തിൽ. വദാ മറ്റേതായതാണ്? അല്ലാഹു തആല. ഖൈറു വാജിദി, വാജിദിൻ്റെ ആയ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ സൃഷ്ടി. അപ്പിച്ചില്ലേ? എന്നിട്ടോ വഹൽ ഹുവ ഇല്ലാ വാഹിദുൻ ഇൻദ വാഹിദി. അപ്പം ഇല്ലാ വാഹിദാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തങ്ങൾക്ക് തുല്യമായ ഒരാൾ പടപ്പിലില്ലല്ലോ. മറ്റേ വാഹിദാരാണ്? അള്ളാഹു തആല. അപ്പം അള്ളാഹ് വാഹിദായ അള്ളാഹിൻ്റെ അടുക്കൽ വാഹിദായ ഒരു ഹൽക്ക്, തുല്യരായ ഒന്ന്. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി വജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമീൻ. നമ്മൾ ഒരുപാട് മണിക്കൂർ വ്യാഖ്യാനിച്ച സംഗതിയാണല്ലോ. എന്നിട്ടോ ഓർ പറയുന്നു ലഹു സൂറത്തുൻ ഫിൽ ഖൽബി, നമ്മളെ കൽബിൽ അതിൽ തങ്ങൾക്കുള്ള സൂറത്തുണ്ട്. ഫലാ യഗ്വി അൻഹാ, കണ്ടാ? കൽബെന്താവൂല? ആ സൂറത്തിനെ തൊട്ട് ഗഫലത്തിലാവൂല. എപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങളുണ്ട് എന്നായി. അപ്പം അൻഹാര ദമീർ സൂറത്തിലേക്ക്. തങ്ങളുടെ സൂറത്ത് നമ്മളെ കൽബിൽ പതിഞ്ഞിട്ടുണ്ട്. അപ്പം ഫലാ യഗ്വി, നമ്മളെ കൽബ്, യഗ്വീൻ്റെ ദമീറടുത്തേക്ക് കൽബ് ഗഫലത്തിലാവൂല അൻഹാ, തങ്ങളെ സൂറത്തിനെ തൊട്ട്. അപ്പം എപ്പോൾ ആലോചിച്ചാലും നമ്മളെ കൺമുമ്പിലുണ്ടത്. അത് ഇഷ്കിൽ കയറിയ അങ്ങനെ തന്നെയാണല്ലോ. ഇനി فقد فاق فضلا للخالد سليله به كان أسرار ربه وجليله إلى العرش يا نعم دليله وما بات إلا والجليل خليله
كل الرسل سيدنا يحمي صلاة تسليم وأزكى تحياتي على المصطفى المختار خير البريات. فقد فاق ഉന്നതരായി, ഫാക്ക യഫൂഖു ഫൗഖ് ഉന്നതരായി, ഫദ്ലൻ ഫദ്ലിനാൽ ഉന്നതരായി അല്ലേ. സലീലാണ് ഫാക്കാന്റെ ഫായില്, സലീൽ ആരാന്ന് മകൻ, ഖലീൽ ആരാന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോൾ അംബിയാ മുർസലീങ്ങളുടെ കൂട്ടത്തിൽ ഉലുൽ അസ്മായ 5 ആളില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്പർ 1 അല്ലേ. 2ാം നമ്പർ ആരെണ്ണീന്? ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടാൽ ഏറ്റവും അഫ്ളൽ ആരായി? ഇബ്രാഹിം അലൈഹിസ്സലാം ഖലീലായി. അവ ഖലീലിന്റെ പുത്രൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിപ്പല്ലേ. അപ്പോൾ ഖലീലിനെ മറികടന്നു ഫദ്ലാലി, ഖലീലിന്റെ ഫദ്ലിനെ തങ്ങൾ മറികടന്നു. ആര്? സലീലുഹു തങ്ങളുടെ മകൻ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മകൻ. അപ്പൊ ശരിയായില്ലേ? ബിഹി കാന അസ്റാ റബ്ബുഹു വജലീലുഹു. റബ്ബും ജലീലും ഒന്ന് തന്നെ. തങ്ങളുടെ റബ്ബും തങ്ങളുടെ ജലീലുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി? അസ്റാ ബിഹി, തങ്ങളെ കൊണ്ട് ഇസ്രാ ചെയ്യിപ്പിച്ചു. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി. അതന്നെ ബി എടുത്തേക്ക് ഇലൽ അർശിലേക്ക്. യാ നിഅമദ് ദലീലു ദലീലുഹു, തങ്ങളുടെ ദലീല് എത്ര മുന്തിയ ദലീലാണ്. അതാണ് ദലീൽ അല്ലാഹു തആല. വമാ ബാത, തങ്ങൾ രാത്രി കഴിഞ്ഞോടില്ല. ഇല്ലാ വൽ ജലീലു ഖലീലുഹു, ജലീലായ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ ഖലീലായിട്ടല്ലാതെ. ജലീൽ അല്ലാഹുവിന്റെ പേര്, ഖലീൽ തങ്ങൾക്ക് കൊടുത്ത ഉസ്ഫൻ, തങ്ങളെ ഖലീലായിട്ടല്ലാതെ കഴിഞ്ഞോടിയിട്ടില്ല. അറാ, ഞാൻ കാണുന്നു, ഇസ്സ കുല്ലിർ റുസുലി, എല്ലാ മുർസലീങ്ങൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിൻ്റെ ഇസ്സിനെ കാണുന്നു. ജഹബി സയ്യിദുന, നമ്മുടെ സയ്യിദ് ഒരുമിച്ച് കൂട്ടതായി കാണുന്നു. അത് ഷമാലിൻ്റെ കിതാബിൽ തന്നെ ഉണ്ട്. മുൻകഴിഞ്ഞ അമ്പിയാക്കൾക്ക് അല്ലാഹ് കൊടുത്ത എല്ലാം എന്നിട്ട് തങ്ങളിൽ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഓരോന്ന് മൂസാ നബിക്ക് കൊടുത്തത്, ഈസാ നബിക്ക് കൊടുത്തത്, ഇന്നാക്ക് കൊടുത്ത് പട്ടി കെട്ട് തിരിച്ചു പറയും. ഷമായിലുണ്ട്, മറ്റേ ഇത് ഈ ഷമായിലുണ്ട്, പിന്നെ ദലായിലുണ്ട്, നബുവത്തിലുമുണ്ട്. മറ്റുള്ള അമ്പിയാക്കളെല്ലാം മറികടന്നുകൊണ്ട് ഓരോന്ന് കൊടുത്തിട്ട്. അപ്പം എല്ലാ മുർസലീങ്ങളും ഒരുമിച്ച് കൂട്ടിയ ഇത് നമ്മളെ സയ്യിദ് ഒരുമിച്ച് കൂട്ടിയതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. അറാന്ന് പറഞ്ഞാൽ കാണൽ എന്ന് പറഞ്ഞാൽ മാനവീയത്തിനെ കാണൽ എന്താന്ന് യക്കീനെ തൊട്ട് ഇബാറത്താന്ന്. അതെ. അതാഹു ബുറാഖുൽ ലാബിസൽ ലി ജലാലിഹി فلما أتى عرشا سوى بظلاله وأوحى الذي أوحى لعبدي جلاله ولباه بالحسنى وعومل بالعفو صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഇനി ഇസ്രാ മിറാജിന് പോകുമ്പോൾ ബുറാഖ് ഉണ്ടായിരുന്നല്ലോ. അത്താഹു ബുറാഖുൻ, ബുറാഖ് തങ്ങളിലേക്ക് വന്ന് ഇവനിൽ കൊണ്ടുവന്ന്. ലാബിസല്ലി ജലാലിഹി, അതിൻ്റെ ജലാലിനെ വിളിച്ചു കൊണ്ടുവന്ന്. അതായത് ഈ ബുറാഖിൻ്റെ മുകളിൽ ഈ വാഹനപ്പുറത്ത് കാലിപ്പുറത്ത് കയറുമ്പോൾ എന്താക്കും, ഇരിക്കുന്നതാക്കും വിഷമാകും. അതിൻ്റെ മുകളിൽ പിരിപ്പിലുണ്ടല്ലോ, അത് ധരിച്ചു കൊണ്ടിട്ട്. എന്നിട്ടോ യത മദ്ദ തർഫിൻ ദിജ്ലുഹു, അതിൻ്റെ കാല് കണ്ണെത്തുന്ന സ്ഥലത്തേക്കാണ് ചവിട്ട. ഭയങ്കര സ്പീഡാണ്. കണ്ണെത്തുന്ന ഒരു കാൽവെപ്പാണ്. നമ്മ സാധാരണ ഇങ്ങനെ നടക്കുമ്പോൾ എന്താണ്, ഒരു 80 സെൻറ്റിമീറ്റർ 75 പോട്ടെ 1 മീറ്ററാണ് നമ്മുടെ കാലിലത്. ഈ കാലെടുത്ത് വെച്ചാൽ ഇതിൻ്റെ കണ്ണെത്തുന്ന ദൂരമാണ് ഒരു കാലിൽ വെപ്പ്. അപ്പം എത്രമാത്രം സ്പീഡ് ഉണ്ടാവും? അല്ല, അതിൻ്റെ കാഴ്ച അത്. പിന്നെ ബിദിലാലിഹി ഫലമ്മ അത അർശൻ, അങ്ങനെ അർശിലേക്ക് എത്തിയപ്പോൾ സവാബിദിലാലിഹി, അർശിൻ്റെ തണലിൽ അവിടെ കഴിച്ചുകൂട്ടി.
അപ്പോൾ അതിൽ വലിയ ഇമാമിങ്ങൾക്ക് ഖിലാഫുണ്ട്. മിറാജ് ബുറാഖിനോടൊപ്പം മിറാജിന് പോയോ അല്ല ബൈത്തുൽ മുഖദ്ദസിനെ കെട്ടിയിട്ട് ജിബ്രീലിനോടൊപ്പം പോയതാണോ എന്നൊരു ഖിലാഫുണ്ട്. ഫുത്തുഹാത്തുൽ അഹമ്മദിയിൽ പണ്ട് നമ്മൾ ഇസ്രാ മിറാജും വ്യാഖ്യാനിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അവിടെ ബൈത്തുൽ മുഖദ്ദസിന്റെ വട്ടക്കണ്ണിക്ക് കെട്ടിയെന്നല്ലോ പറഞ്ഞു. അപ്പൊ ഇവിടെ മൂപ്പറ പോക്കിലെന്ന് വന്നിട്ടുണ്ട് അർസിലേക്ക് തന്നെ പോയി എന്നുള്ളതാണ്. ഫുത്തുഹാത്തുൽ അഹമ്മദിൽ കൈഫ ഹംസിയന്റെ ഷറഹ് നമ്മോടുന്നല്ലോ ഓതിയപ്പോല്ലോ. അള്ളാഹുവിന്റെ ജലാലിന്റെ അബ്ദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു എന്നതിന്റെ മറ്റൊരു പദം അവിടെ മാ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി മുബഹമാക്കി ഇബ്ഹാമാക്കുന്നുണ്ട്. അത് അങ്കരമാണ് എന്ന് കാണിക്കാൻ. അപ്പൊ ഖശിയഹും മിനൽ യമ്മി മാ ഖശിയഹും. തിരമാല എന്താക്കി ഫിർഔനെ മൂടി, ഫിർഔനെയും അനുയായികളെയും. മാ ഖശിയഹും. ഇതേമാതിരി ഫൗഹ ഇലാ അബ്ദിഹി മാ ഔഹ വന്നജിമി സൂറത്തിലില്ലേ, അതിന്റെ മറ്റൊരു മാന കൊണ്ടുള്ള ഇബാദത്താണ് ഫൗഹല്ലദി ഔഹാലി അബ്ദി ജലാലി. എന്നിട്ടോ വലബ്ബാഹു ബിൽ ഹുസ്ന, ഹുസ്ന കൊണ്ട് തൽബിയത്ത് കൊടുത്ത്, വഉമിൽ ബിൽ അഫ്വി, അഫ്വ് കൊണ്ട് തങ്ങളോട് പെരുമാറപ്പെടുകയും ചെയ്തു. അപ്പം എന്നില്ല തങ്ങൾക്ക് ഒരു തക്സീറും വന്നിട്ടില്ല, ഒന്നുമില്ല, എല്ലാ ഹുസ്ന. അപ്പോൾ തൽബിയത്ത് കൊടുത്തത് എന്താണ്? ഹുസ്ന. അഫ്വ് കൊണ്ടെന്താക്കി മുആമലയും ചെയ്തു. ومن شرط إيمان الموحد حبه فطوبى لمشتاق له وهو صبه أقول كما قال اشتياقا محبه وعزة ربي إن قلبي يحبه ولي سكرة بالشوق جلت عن السحو صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ومن شرط إيمان الموحد, ഒരു മുവഹിദിന്റെ ഈമാന് സഹീഹാവാനുള്ള ഷർത്തിൽപ്പെട്ടതാണ്. എന്താ മുബഹിദാരാന്ന്? ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന തൗഹീദല്ലേ. ആ തൗഹീദ് എന്താക്കി പറഞ്ഞ് അതിനെ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് എന്താക്കി അതിന്റെ ദലീലുകൊണ്ട് സുബൂത്തല്ലാക്കിയാലും രണ്ടാമത്തെ കലിമ വരാണ്ടുണ്ടാവില്ല, ആവൂല. ഞാൻ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചാടാ, തസ്ബീഹാക്കിക്കൊള്ളാം, അവൻക്കെല്ലാം സമ്മതിച്ചു കൊടുത്തോളാം, പക്ഷെ ഇപ്പഴാന്ന് സമ്മതിക്കാൻ കുറവ് എന്നാ വേണ്ട. അപ്പോൾ വമിൻ ഷർത്തി ഹുബ്ബുഹു, തങ്ങളുടെ ഹുബ്ബ് ഷർത്താണ്. ഇതിന്റെ മുവഹിദായ ഒരു മനുഷ്യന്റെ ഈമാൻ സഹിയാവാനുള്ള ഷർത്താണ് എന്ത്? തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്. തങ്ങളെ റിസാലത്ത് സമ്മതിക്കാത്ത കാലത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കൂല. അതുകൊണ്ട് ഫതൂബാ ലിമുഷ്താഖിൻ ലഹു, തങ്ങളോട് ഷൗക്ക് വെക്കുന്ന ഒരാൾക്ക് എന്തുണ്ട്? എല്ലാ മംഗളവും ഞാൻ ആശംസിക്കുന്നു. എത്തരത്തിൽ വഹുവ, അയാള് സബ്ബുഹു, തങ്ങളെ മുഹിബാണ്. സബ്ബുക്കും മൊഴിയില്ല, സബ്ബുക്കും വല്ലാഹി, കുംബല്ലാഹി അല്ലേ, ആ വല്ലാഹി കസമ്, സബ്ബുക്കും വല്ലാഹി ലം യഖിബ്. അയഹ്സബു സബ്ബു, സബ്ബു എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്ന ഒരാൾ. അപ്പൊ തങ്ങളെ സ്നേഹിക്കുന്ന ഒരാളായ സ്ഥിതിയിൽ എന്തുണ്ട്? ആ മുവഹിദ് മുഷ്താഖാണെങ്കിൽ അവനിക്കെല്ലാം മംഗളം. തൂബ അഖൂലു, ഞാൻ പറയുന്നു, കമാ ഖാല മുഹിബ്ബു, തങ്ങളെ മുഹിബ്ബ് പറയുന്നൊരു വാക്ക്. ഇസ്തിയാക്കൻ, ചൗക്ക് പ്രകടിപ്പിച്ചു കൊണ്ടിട്ട് മുഹിബ്ബ് പറയുന്ന വാക്കാ പറയുന്നത്. എന്താ പറയുന്നത്? വൈസ്സത്തി റബ്ബി ഇന്ന ഖൽബി യുഹിബ്ബുഹു എന്ന് പറയുന്നു. കമാ ഖാലന്റെ അഖൂലുവിന്റെ മഖൂലാന്നത്. ഒരു അഖൂലുവിനൊരു മഖൂല് വേണ്ടേ? നേരത്തെ പറഞ്ഞ വൈസ്സത്ത് റബ്ബി, എൻ്റെ റബ്ബിൻ്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം. ഇന്ന കൽബി യുഹിബ്ബുഹു, എൻ്റെ കൽബ് തങ്ങളെ മഹബത്ത് വെക്കുന്നുണ്ട് എന്നെന്താക്കും? മറ്റ് മുഹിബ്ബീങ്ങൾ ഷൗക്കോടുകൂടി പറഞ്ഞതുപോലെ ഞാൻ കസമ് ചെയ്തുകൊണ്ട് പറയുന്നു. വലിയ സഖ്റത്തും ബിശ്ശൗഖി, ഷൗക്ക് കൊണ്ട് എനിക്കുന്നുണ്ട്. സക്രത്തുണ്ട് എന്ന് വെച്ചാൽ കൽബിൽ ഒരു മസ്ത് പിടിക്കലുണ്ടല്ലോ, സക്രത്ത്. അത് ഭയം കൊണ്ടുണ്ടാകും, മഹബത്ത് കൊണ്ടുണ്ടാകും, പലതുകൊണ്ട് സക്രത്തുണ്ടല്ലോ.
സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ്, മൗത്തിന്റെ സക്രത്തുണ്ട്, അതിന്റെ ബഹുവചനമാണ് സക്കറാത്ത്. ജല്ലത്ത്, ആ സക്രത്ത് വളർന്നിട്ടുണ്ട്, അനിസ്സഹവി തെളിയലിനെ തൊട്ട് എന്ന് പറഞ്ഞാൽ ആ സക്രത്ത് പോയി കിട്ടൂല, അതിൽ തന്നെ കഴിഞ്ഞുകൂടാണ്. സഹവ് മഹവില്ലേ, അത് തെളിഞ്ഞിട്ട് പോയി പോകുന്ന പ്രശ്നമേ ഇല്ല. സിയാറത്തു മഹ്ബൂബി ഇദാ ഹൈനുഹാ അനാ റഅയ്ത മഅസ്സുവാ لنفسي لها هنا ولكن لي بالذنب خلفتها هنا ودمعي على خدي يصب وها أنا مع الشوق والأحزان والدمع في غربي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. സിയാറത്തു മഹബൂബി, എൻ്റെ മഹബൂബിൻ്റെ സിയാറത്ത്. മഹബൂബ് ആരറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത്. ഇദാ അനാ ഹീനുഹാ എന്നാണ്. ഇദാൻ്റെ മധുഹർ ഏതാ? അനാ. അതാ ഇപ്പഴാ അത് മദയാഫീലാന്ന്. അതിൽ നിന്ന് അലം യഇനി ലില്ലദീന, ഖുർആനില്ലേ അലം യഇനി, ലമ്മ് കടന്നുകൊണ്ട് എന്തുണ്ട്, ഞാനിൻ്റെ ഞാൻ പോയി. അപ്പൊ യഇനി എന്നുണ്ടാവും, അടുത്ത് വന്നു. അലം യഇനി ലില്ലദീന ആമനു, മുഅ്മിനീങ്ങൾക്ക് ഇനിയും സമയമായിട്ടില്ല, എടുത്തിട്ടില്ലേ. അന്തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ല എന്ന് പോലെ ഇദാ അനാ ഹീനുഹ, ആ സിയാറത്തിന്റെ സമയം അടുത്തെത്തിയാൽ. അപ്പൊ ഇതാന്റെ മധുഹർ ഇതിപ്പോ അനാ, ഇതാ മാദിയാഫിയിൽ കടന്നു. ഹീനുഹ, ഹാന്റെ റമീരടുത്തേക്ക് സിയാറത്ത്. അപ്പൊ എൻ്റെ മെഹബൂബിന്റെ സിയാറത്തിലേക്ക് പോകാനുള്ള സമയം അടുത്തെത്തിയാൽ. റായിത്ത, നീ കാണും. ആരാ? നഫ്സി, എൻ്റെ നഫ്സിനെ കാണും. മുപ്പറ് പറയലേന്ന്, എൻ്റെ നഫ്സിനെ കാണും. എന്നിട്ട് മാസ്ഡുവാരി, മറ്റു കാര്യങ്ങളോടൊപ്പം. എങ്ങനെ കാണല്? ലഹാഹന, ആ നഫ്സിന്റെ വല്ലാത്തൊരു സന്തോഷവും ഒരു പൗസാക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പിള്ളേർക്ക് അങ്ങോട്ട് വാങ്ങിയുമ്പോണ്ടല്ലോ പൗസാക്ക്. അപ്പൊ എൻ്റെ നഫ്സിന്റെ, അപ്പൊ റായിത്താക്ക് എത്ര മഫ്ഊല് വേണോ? 2 മഫ്ഊല് വേണോ? 1 നഫ്സ്. ലഹാഹന എന്ന് കാണും, മറ്റു കാര്യങ്ങളോടൊപ്പം എൻ്റെ നഫ്സിന്റെ വല്ലാത്ത കൊച്ചിയും പൗസാക്കും കാണും സിയാറത്തിന്റെ സമയമാകുമ്പോൾ. പക്ഷേ വലാകിന്നനി, എങ്കിലും ഞാൻ ഖുല്ലിഫ്തുഹാഹുന, ഇവിടെ തന്നെ തടഞ്ഞിടപ്പെടുകയാണ്, പോകാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലായിട്ടില്ല? എന്തുകൊണ്ട്? ബിൽദംബി, ഞാൻ ചെയ്ത തെറ്റ് കാരണത്താൻ പോകാൻ കഴിഞ്ഞിരിക്കുകയാണ്. സമയാകുമ്പം വല്ലാത്തൊരു പോസാക്കും ഒരു ആവേശമെല്ലുണ്ട്, പക്ഷെ പോകാൻ കഴിഞ്ഞില്ല. ബിൽദംബിന്റെ ദോഷം കാരണത്താൽ എന്നെ പിന്തിച്ചിടപ്പെട്ടിരിക്കുന്നു എന്നാ പറഞ്ഞു, പോകാൻ കഴിയാതെ. എന്നിട്ടോ വദം ഈ അല ഖദ്ദി, എൻ്റെ കണ്ണുനീര് എൻ്റെ കവിളിത്തടത്തിൻ്റെ മേലെ യുസബ്ബു, അതാ കോരിച്ചൊരിയുകയാണ്. ജിത്തുഹും ബദ്ദം സായിൽന്നില്ലേ. ഹിനമാ ശദ്ദുൽ മഹാമിൽ വതനാദൗ ലിർറഹീലി ജിത്തുഹും വദ്ദം സായിൽ ഖുൽതു കഫിലി യാ ദലീൽ. എല്ലാവരും വാഹനം കെട്ടിയല്ലോ ഒരിക്കലും പുറപ്പെടാൻ നോക്കുമ്പോൾ എന്താണ് സദ്ദുൽ മഹാമിൽ, സമയമായി പോവാന്ന് പറഞ്ഞ തനാദുൽ ഇർറഹീൽ, ജിത്തു, ഞാനവിടെ പോയി, വദ്ദം ഉസായിൽ, ഒലിക്കുന്ന കണ്ണതിനോട് കൂടി. എന്നിട്ട് ഖുൽതു കഫിലി യാ ദലീൽ, ആ വഴികാട്ടിനോട് പറയുന്നത്, നീ ഒരു കത്ത് കൊണ്ട് കൊടുത്തേ, ഞാൻ എനിക്കതാരും വാങ്ങിയിരുന്നില്ല, എനിക്ക് പകരമായിട്ട് ഒരു കത്ത്. അത് തന്നെ ഇവിടെയും പറയുന്നു, എൻ്റെ ദോഷം കാരണത്താൽ ഞാനിവിടെ തടഞ്ഞിടപ്പെട്ട്. അപ്പോൾ വദം ഈ അല ഖദ്ദി യുസബ്ബു, അതുകൊണ്ട് വഹാ അന, അന മുബ്തദിയാക്ക്, ഫീ ഖർബി, വളരെ ദുഃഖത്തിലും വിഷമത്തിലുമാണ്. എന്തുകൊണ്ട്? മാഷൗക്കി, തങ്ങളിലേക്ക് പോകാനുള്ള ഷൗക്ക് ഒരു ഭാഗത്ത്, വല്ലഹസാനി, പോകാൻ കഴിയാത്ത ദുഃഖം ഇപ്പുറം. അതോ അതിനാൽ ഉണ്ടായിത്തന്നെ എന്താ? വദ്ദം, കണ്ണുനീര്.
അപ്പോൾ ഒരു ഭാഗത്ത് ഷൗക്ക്, ഒരു ഭാഗത്ത് ഹുസ്നി, അതോടുകൂടി കണ്ണുനീരിൻ്റെ ഇടയിൽ ഞാൻ ആകെ വളരെ ബേജാറിലാണ് കഴിഞ്ഞു കൂടുന്നത് എന്ന്. ഹനാന്റെ ഖബറേത് ഫീ റവി. ഒരു വരി കൂടെ പോട്ട്. بطيبة في التحقيق بيت محرم به قبلة الأرواح وهو مكرم فيا ليت حبل الحوق عني مصرم ولا صبر إن الصبر عنه محرم له شوق وشجب على شجبي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. നൂപ്പറ പറയുന്നത് ബൈത്തും മുഹറം ഉണ്ടല്ലോ, ഒന്ന് കാബയാണ്. അപ്പൊ ഇന്ന ബൈത്തിക്കൽ മുഹറം അതെന്താ ഒരു കബിലയാണ്. പക്ഷെ മനസ്സിനൊരു കബിലുണ്ട്, അതേതാണ്? റൗള ഷരീഫിന്റെ കബില, അതും ബൈത്തുൽ മുഹറമാണ്. അപ്പൊ നമ്മളെ ജസദ് എന്താക്കും? കബിലേക്ക് മുന്നിടും പോലെ നമ്മളെ കൽബ് ആ കബിലയിലേക്ക് മുന്നിടും. നമ്മപ്പുറ പറയുന്നത് ബി ത്വയ്ബത, തൈബയിലുണ്ട്. ഫി തഹഖീഖ്, തഹഖീഖോട് പറയുകയാണെങ്കിൽ തൈബ എന്താണ്? മദീനയല്ലേ. അപ്പം മക്ക പോലെ തന്നെ മദീനക്കും സ്ഥാനമുണ്ട്, കാബത്തിന്റെ മാതിരി റൗള ഷരീഫിന് സ്ഥാനമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള പ്രാധാന്യം മുഹമ്മദ് റസൂലുള്ളാഹിക്കുണ്ട്, അത്തിയുള്ളാഹിന്റെ പ്രാധാന്യം അത്തിയു റസൂലാക്കുണ്ട്. അതാണ് ബി ത്വയ്ബത ഫി തഹഖീഖ് ബൈത്തും മുഹറമുൻ. ഒരു മുഹറം ബൈത്തുണ്ടല്ലോ കാബനെ പോലെ, അത് തൈബയിലുണ്ട്. അതാണ് ബിഹി ഖിബിലത്തുൽ അർവാഹ്, അവിടെയാണ് അർവാഹിന്റെ ഖിബില. അപ്പം വഹുവ മുകറമുൻ, അത് ആദരിക്കപ്പെടേണ്ട. ഇനി ഫയാലൈത ഹബിലൽ അഉഖി, എനിക്ക് തടഞ്ഞെടുക്കുക എന്നുണ്ടല്ലോ, അവായിക്ക് ആക്കയഊഖു, തടഞ്ഞിടുക. ആ എന്നെ തടഞ്ഞിട്ട് പിടിച്ച് കെട്ടുന്ന കയര് മുസറമുൻ, എന്നെ തൊട്ട് മുറിച്ചു മാറ്റപ്പെട്ടെങ്കിൽ തിരക്കേടില്ലായിരുന്നു. ഒരു സാധനം ആഗ്രഹിക്കൽ ലൈത്ത. അപ്പൊ ലൈത്തന്റെ ഇസ്മേതാണ്? ഹബിലൽ ഔഖി. അതിന്റെ ഖബർ ഏതാ? മുസറമുൻ അന്നി. മനസ്സിലാകുന്നുണ്ടാ? ഫയാ ലൈത്ത ഹബിലൽ ഔഖി, റൗളയെ തൊട്ട് എന്നെ തടഞ്ഞിടുന്ന ആ തടസ്സം എന്നുള്ള കയര് മുസറമുൻ അന്നി, എന്നെ തൊട്ട് മുറിക്കപ്പെട്ടതായെങ്കിൽ തിരക്കേടില്ലായിരുന്നു, എനിക്ക് വേഗം പോകാലോ അല്ലേ. വലാ സബ്റ, എനിക്ക് ക്ഷമയില്ല. അതുകൊണ്ട് ഇന്ന സബ്റ അൻഹു മുഹറമുൻ, തങ്ങളെ വിട്ടുകൊണ്ടുള്ള സബർ മുഹറമാണ്. സബർ അന്നുണ്ട്, അലയുണ്ട്, പല പാട്ട്. സബർ 3-4 ജാതി പണ്ട് ഹയ്യോമ പറഞ്ഞിട്ടുണ്ട്. പൈസ ഉണ്ടായിട്ട് എന്താക്കും? സബറുൻ അലൽമാലി, എല്ലാം കിട്ടീച്ച്. അന്നിട്ട് പറഞ്ഞാൽ കിട്ടാത്തതിന് സബർ. അവിടെ സബറുൻ അൻഹുവാന്ന്, തങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ റൗദാനെന്നും പറയാം, ഒഴിവാക്കിക്കൊണ്ടുള്ള സബർ മുഹറമാണ്, അത് പാടില്ലാത്തതാണെന്നാണ്. മനസ്സിലില്ല. ഒരു സബറുൻ അലയുണ്ട്, സബറുൻ അന്നുണ്ട്. അല എന്ന് പറഞ്ഞ കെയ്മിലുള്ള ഒന്നിന്റെ മേൽ സബറാന്ന്. അപ്പൊ സബറുൻ അലൽമാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈസ കിട്ടിയിട്ടുണ്ട്, ഇത് എന്താക്കണം തിരിയാണ്ട് എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നു. അതതിൻ്റെ യഥാർത്ഥ വിധിയിൽ സൂക്ഷിക്കാനും അത് വേണ്ട പോലെ ചെയ്യാനും നഫക്കൊക്കെ എന്തെന്ന് വേണം? അതിന് സബർ വേണം. സബറുൻ അനിൽമാൽ എന്താണ്? പൈസ ഇല്ലാത്ത ഒരുപാട് കഷ്ടപ്പാടുണ്ട്, അവിടെയും വേണം സബർ. ഇവിടെ ഏതാണ്? സബറുൻ അൻഹുവാന്ന്. എത്താൻ പറ്റാത്തത് കൊണ്ടുള്ള, കൈമലില്ലാത്തത് കൊണ്ടുള്ള സബർ എന്നുള്ളത് മുഹറമാണ്. ഫഇന്ദി, എൻ്റെ അടുക്കലുണ്ട്, ഷൗഖുൻ ലഹു, തങ്ങളോടുള്ള ഷൗക്കുണ്ട്. മുഹബത്തിന്റെ ഒരു സ്റ്റേജല്ലേ ഷൗക്ക്. പിന്നെ
വശജബുൻ അലാ ശജബി, ദുഃഖത്തിൻ്റെ മേലെ മറ്റൊരു ദുഃഖവുമുണ്ട്. പോകാൻ കഴിയുന്നില്ല, തടസ്സങ്ങളും പലതും. ദുഃഖത്തിൻ്റെ മേലെ ദുഃഖങ്ങളും ഷൗക്കുമുണ്ട്. മൂപ്പറ പറയുന്നത് വകം മിൻ ഗറാമിൻ വല്ളുലൂഖ ഖബൈനഹു വയുബ്ദീഹി ദംഇ ഇദ് തദക്കർതു ബൈനഹു അവാരീദു ദഹരി മാ മസീരി അബൈനഹു ولكن ذنبي حال بيني وبينه متى توبتي تقضى وجنجلت نحوي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. غرام എന്ന് പറഞ്ഞാൽ മഹബത്ത്, കൽബിൻ്റെ പൂണ്ടുപിടുത്തതിനാ ഖറാം. വകമ്മിൻ ഖറാമിൻ, എത്ര മഹബത്തിൻ്റെ പൂണ്ടുപിടുത്തുണ്ട്. വല്ലുലൂഉ, എൻ്റെ വാരിയെല്ലുകൾ ഖബൈന, അതിനുള്ളിൽ ഒളിപ്പിച്ചിട്ട് മറ്റുണ്ട്, പക്ഷെ അത് വെളിപ്പെടൂല. വയുബ്ദീഹി ദംഇ, എൻ്റെ കണ്ണ് നീര് അതിനെന്താക്കുന്നു, പുറത്ത് വെളിപ്പെടുത്തുന്നുണ്ട് ആ ഖറാമിന്. ഇത് തദക്കർതു ബൈനഹു, ബൈന എന്ന് പറഞ്ഞാൽ ബാന യബീനു, ബൈൻ എന്ന് പറഞ്ഞാൽ ഫിറാക്ക്, വേറുപടല് എന്നാ. അല്ലല്ലേ ബായനായ തലാക്ക് എന്നൊക്കെ പറയില്ലേ, ബാന യബീനു. അപ്പൊ അതിന്റെ മസ്തറാണ് ഇത് ബൈനഹു. അപ്പൊ തങ്ങളുടെയും എൻ്റെയും ഇടയിലുള്ള ആ അകൽച്ച അല്ലെങ്കിൽ ഫിറാക്ക്, അത് ഓർക്കുമ്പോൾ എന്താകുന്നുണ്ട്, എൻ്റെ കണ്ണുനീര് വരും. കണ്ണുനീര് വരുമ്പോൾ എൻ്റെ മനസ്സിനുള്ളിൽ എന്തുണ്ട്, ഖറാമ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് തിരിയും. മനസ്സിലാകുന്നില്ല? ഇനി പറയുന്നത് കാലഘട്ടത്തിലുള്ള മറ്റു തടസ്സങ്ങളൊന്നും എന്നെ തടഞ്ഞിട്ടില്ല. പൈസ ഇല്ലായ്കയില്ല, വാഹനം ഇല്ലാത്തതില്ല, ആരോഗ്യക്കുറവൊന്നുമില്ല. പക്ഷെ എന്തോ ഇവിടെ തടസ്സം നാം മുപ്പത് പറയുന്നതാണ്. അവിടുത്തെ ഹിസ്സിയായ തടസ്സങ്ങളൊന്നുമില്ല. അവാരിദു ലഹരി, എൻ്റെ കാലഘട്ടത്തിലുള്ള ആരിദുകൾ എന്താക്കിയില്ല. മാ മസീരി അബൈനഹു, എൻ്റെ പോക്കിനെ അവർ തടഞ്ഞിട്ടില്ല. അവാരു ലഹരി എന്ന് പറഞ്ഞ മുബത്തതാ. മാ എന്നുള്ളത് നഫി, മസീരി എൻ്റെ യാത്ര, അബൈന ഒന്നും തടഞ്ഞിട്ടില്ല. അപ്പൊ ഹിസ്സിയായ ഒരു തടസ്സമുണ്ട് കാലഘട്ടത്തിലില്ല. റോഡില്ല, ഉണ്ടോ? ഉണ്ട്. പൈസ ഉണ്ടോ? ഉണ്ട്. വാഹനം ഉണ്ടോ? ഉണ്ട്. ആരോഗ്യം ഉണ്ടോ? ഉണ്ട്. എല്ലാം ഉണ്ട്. കൂട്ടുകാരുണ്ടോ? ഉണ്ട്. എല്ലാം. അപ്പൊ ദഹറിലുള്ള അപാരതകളൊന്നും എൻ്റെ പോക്കിനെ തടഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഇവിടെ തടസ്സം? വലാകിന്ന ദംബി, എങ്കിലും എൻ്റെ ദോഷം ഹാല ബൈനി വബൈനഹു, തങ്ങളുടെയും എൻ്റെയും ഇടയിൽ മറയിട്ടിരിക്കുകയാണ് എന്ന് മുപ്പർ പറയുന്നു. ഇനി അപ്പൊ എന്ത് വേണം? ദോഷമുണ്ടാകുമ്പോൾ പരിഹാരം വേണം. തൗബ. തൗബത്തി തുഖ്ള, എൻ്റെ തൗബ എപ്പോഴാണ് വിധിക്കപ്പെടുക? എന്നിട്ടോ തൗബ മാത്രം പോരാല്ലോ, തക്വയും വേണ്ടേ? വജൻഹു തുഖാ നഹവി, തുഖാന്റെ തക്വ. നഹ എന്ന് പറഞ്ഞ ഒരു ഭാഗം ലക്ഷ്യം വെച്ചുകൊണ്ട് പോകാന്ന് നഹവ്. അപ്പൊ എൻ്റെ ഭാഗത്തേക്ക് തക്വ എന്നാണ് ഇങ്ങനെ അണഞ്ഞു വരിക. അതുകൊണ്ടല്ല നഹവ് എന്ന് പറഞ്ഞ ഒരു മിസാല് കാണിച്ചു കൊടുത്ത് ഇതുപോലെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടല്ല നഹവ് എന്ന് പേര് വന്നത്. മോഡൽ. അപ്പൊ രണ്ട് കാര്യം വേണം. ഒന്ന് തൗബ എന്താക്കണം, പാസായി, അത് മക്കബൂലായി എന്ന് വിധിക്കപ്പെടുകയും വേണം. തഖ്വ എൻ്റെ ഭാഗത്തേക്ക് അണഞ്ഞു വരികയും വേണം. അത് എപ്പോഴാണ് സംഭവിക്കാന്ന ചോദ്യം. അന്ന് തടസ്സം തീർന്നു. ഇനി ويا حسرتي من سوء زلاتي يلوى تجاوزنا عد الرمل من كثوب اللواء وما حزن قلب ما لصالحات اللوى وخجلة من صاحب الحوض واللواء إذا لم أبادر ساتر ذنبي بالمحوي صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البريات. ഇനി മൂപ്പരുടെ ദുഃഖം പ്രകടിപ്പിക്കുന്നു. ഫലാ ഹസ്രത,
ഖുർആനിലുള്ള യാ ഹസ്രത്ത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ, എൻ്റെ ദുഃഖമേ, എൻ്റെ മനക്ലേശമേ, എങ്ങനത്തെ മീൻ സൂ ഇസല്ലാത്തി, എൻ്റെ സല്ലാത്തിൻ്റെ മോശത്തിൻ്റെ കാരണത്താൽ. ആ സല്ലാത്തിൻ്റെ സിഫത്താണ് പറഞ്ഞ അല്ലവാ എന്ന് പറഞ്ഞാന്ന്. അല്ലത്തീൻ്റെ ജമ്മാന്നത് ലവ. ഒരു മൗസൂലായിട്ട് പറയില്ലേ വല്ലായി ഐസ്ന ഒമാ ജഅല ഉമ്മഹാത്തുകും വല്ലായി തുളാഹിറൂന മിൻഹുന്ന. അപ്പൊ അല്ലത്തീൻ എന്താക്കും ജമ്മാക്കിയിട്ട് അല്ലാത്തി ആക്കിയിട്ട് അല്ലായി, അതിൻ്റെ വലിയ ജമ്മാനേത് ലവാൻ. അതിൻ്റെ മൗസൂല വന്നിട്ട് അത് മൗസൂലി, അതിൻ്റെ ശരിയാണ് ഇത് തജാവസിന് അദ്ദർ റംലി, മണലിൻ്റെ എണ്ണത്തിനെയും വിട്ട് കിടന്നിട്ടുണ്ട് ആ സല്ലാത്തുകളും. അപ്പൊ ഇങ്ങനെ ഈ സല്ലാത്തി അല്ലത്തി തജാവസിന എന്ന് പറഞ്ഞ സ്ഥാനത്തായി. പക്ഷെ അവിടെ ബഹുവചനാക്കിന്നേ ഉള്ളൂ. മീൻ കുസുബില്ലിവ, മണൽത്തൻ്റെ വലിയൊരു കൂമ്പാരം, ആ കൂമ്പാരത്തിലുള്ള മണൽത്തരിയുടെ എണ്ണത്തിനെയും മറികടന്നിട്ടുണ്ട് എൻ്റെ സല്ലാത്ത്. അതുകൊണ്ട് എനിക്കല്ല എന്തൊരു ബേജാറാണ്. ഫവാ ഹുസ്ന കൽബി, കൽബിൻ, ഒരു കൽബിൻ്റെ ഹുസ്ൻ എത്രയാണ്? എങ്ങനത്തെ കൽബ്? മാ ലവ ലി സാലിഹത്തിൻ, ഈ മാ നഫിയാണ്, മംഫിയത ലവ, ഒരു സാലിഹത്തായ പ്രവർത്തനത്തിലേക്ക് അത് ചായുന്നില്ല. അങ്ങനെയുള്ള കൽബിനുള്ള ഹുസ്നേൻ. ഈ ഇബാറത്ത് ഒപ്പിക്കാൻ കുറച്ച് പണിയുണ്ടാവുകയാണ്. ഫവാ ഹുസ്ന കൽബിൻ, ആ കൽബിൻ്റെ സിഫത്താണിത്. മാ ലവാലി സാലിഹത്തിൻ, സാലിഹായ പ്രവർത്തനങ്ങളിലേക്ക് ആ കൽബെന്താകുന്നില്ല, ചായുന്നില്ല. അപ്പൊ അത്രമാത്രം ദുഃഖമുണ്ട്. കൊണ്ട് ഫവാ ഹജ്ലത്ത, എൻ്റെ നാണക്കെടയും. ഹജ്ലത്ത് പിന്നെ മിൻ സാഹിബിൽ ഹൗലി വൽ ലിവാ, ഹൗലും ലിവാഉം ഉടയ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട്. ഹൗൽ അറിയാല, ലിവാഉൽ ഹംദ്. അപ്പൊ തങ്ങളെ പേരല്ലേ സാഹിബുൽ ഹൗൽ, സാഹിബുൽ ലിവാഉൽ മഅഖൂദ്. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എനിക്ക് എന്തൊരു നാണക്കേടാന്ന് തങ്ങളെ കുത്തുകേട് കാട്ടിയിട്ട്. എപ്പോഴും ഇതെല്ലാം പറയുന്ന ഇദാ ലം ഉബാദിർ, ഞാൻ വേഗത്തിലാക്കിയിട്ടില്ലെങ്കിൽ. എന്തിനെ? സത്ര ദംബി, എൻ്റെ ദോഷങ്ങൾ വലിയ ബിൽ മഹവി, മായ്ക്കൽ കൊണ്ട് വേഗത്തിലാക്കിയിട്ടില്ലെങ്കിൽ. അപ്പം എന്താ? ഇദാലം ഉബാദിർ ബിൽ മഹബി സത്ര ദംബി. അപ്പം മഹബിൻ്റെ മഫ്ഊലാണ് ഏത്? സത്ര ദംബി. കണ്ടില്ല? ഇദാലം ഉബാദിർ, ഞാൻ വേഗത്തിൽ കാലതാമസം ഇല്ലാതെ എത്രയും പെട്ടെന്ന് ആക്കിയിട്ടില്ലെങ്കിൽ. മഹബ് കൊണ്ട് ബാദിറോ ബിൽ അമാലി സബഅൻ എന്ന് അവിടെ ബാദിറോണ്ടി പറഞ്ഞ ബിൽ മഹബാൻ, മായ്ക്കൽ. എന്തിനാ മായ്ക്കണം? സത്ര ദംബി, എൻ്റെ ദോഷങ്ങളുടെ വരകൾ ഏച്ചും മായ്ക്കൽ കൊണ്ടിട്ട് ഞാൻ ഉടർന്ന് എത്രയും പെട്ടെന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കാനാ പോകുന്നു. നിള് വെക്കുന്നതൊക്കെ അത് കുറേ നീണ്ടുപോയി. എല്ലാം നീളെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഒഴിഞ്ഞു പോയത്. മദഹ്തു ഉലൽ മാഹി വഉർമത്തി ജാഹിഹി ലിയർളാ ബിയൽ മൗല അലാ ഫീ നസഹിഹി وأرضاه حي المصطفى بتجاهه وأسعى لمن تسعى العصاة لجاهه فيا ربي بلغني زيارة من أنوي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. മദഹ്തു, ഞാൻ മദഹ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ചെയ്ത്. എന്തിൻ്റെ മഫൂലുണ്ട്? ഉലൽ മാഹി, അൽ മാഹി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉല. ഉല എന്ന് പറഞ്ഞാൽ ഉന്നതി, ഉന്നതിയുടെ ഇസ്മു തഫ്ദീലാണ് ഉല, അസ്മാവാത്തിൽ ഉല. ശരിയല്ലേ? വഉലുമത്തിജാഹിഹി, തങ്ങളെ ഇത്തിജാഹിന്റെ ആ വണ്ണ വലിപ്പത്തിനെയും ഞാൻ മദ്ഹ് പറഞ്ഞു. അത് അതേ സോരിയാർത്ഥം തന്നെ. അപ്പൊ ഉലാന്റെ അത്ഫാണ് ഇത് ഉലുമത്തിജാഹിഹി. എന്തിനാ?
ലിയർലാ ബിയൽ മൗല, മൗല എന്നെ തൊട്ട് പൊരുത്തപ്പെടാനാണ്. മൗലാരി അള്ളാഹു തആല. ആ മൗലാക്ക് അള്ളാഹ് എന്താക്കി തൻസീഹാക്കാണ്, അലാ ഫീ നസാഹിഹീൻ, അള്ളാഹുവിൻ്റെ പരിശുദ്ധതൻ്റെ വിഷയത്തിൽ അവൻ ഏറ്റവും ഉന്നതനായാണ്. നമ്മൾ സല്ലല്ലാഹു അലൈഹി റളിയല്ലാഹു അൻഹു പറയും പോലെ മൗലാൻ്റെ ഒരു മദ്ഹ് പറഞ്ഞതാണ് അലാ ഫീ നസാഹിഹി, അവൻ്റെ തൻസീഹിൻ്റെ വിഷയത്തിൽ ഏറ്റവും ഉന്നതനായ മൗല എന്നെ തൊട്ടെന്താക്കണം, പൊരുത്തപ്പെടാൻ വേണ്ടിയാണ് ഞാൻ മദ്ഹ് ചെയ്തത്. വഅൽഖ മുഹയ്യൽ മുസ്തഫ, മുസ്തഫ സല്ലല്ലാഹു തങ്ങളുടെ മുഹയ്യ എന്ന് പറയുന്ന മുഖം എങ്ങനെ കാണണം? ബിതുജാഹിഹി, നേർക്ക് നേരെ കാണലും. വഅസ്അ, ഞാൻ ഓടിച്ചാടി പോകണം. എവിടത്തേക്ക്? ലിമൻ തസ്അൽ വിസാത്തു, ദോഷികളായ ആളുകൾ ആരെ ജാഹ് കൊള്ളയാണോ ഓടിച്ചാടി പോകുന്നത് അവിടത്തേക്ക് പോയും വേണം. കണ്ട ദിയാറുള്ളാന്റെ ബാക്കിയാണ് നീ പറഞ്ഞത്. അതുകൊണ്ട് മുപ്പത് താഴ്ചയെന്ന് ഫയാ റബ്ബി ബല്ലിഗ്നി സിയാറത്ത്. തീരില്ല, ഒരു വരിയും കൂടെ ഓതിയിട്ട് പാടാം വെക്കാല്ലേ. وظائف عمري مدح أحمد إنه هداني به المولى الصراط كأنه هو الصبح في قلبي ثوى مطمئنه وسائل قربي عند أحمد أنه صفوح عن الجاني عفو عن العفو صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. എൻ്റെ ജീവിതത്തിൻ്റെ വലായിഫ്, എനിക്കൊരു പണി വേണം ജീവിതം കഴിയോളം. എന്താ വേണ്ടി? മദ്ഹു അഹ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയലും പാടലും ഇതൊക്കെയാണ് എൻ്റെ വലായിഫ്. എന്തുകൊണ്ടാണ്? ഇന്നഹു ഹദാനി ബിഹിൽ മൗല, അതാ തങ്ങൾ എന്താക്കിയിട്ടുണ്ട്, തങ്ങൾ മുഖേന അള്ളാഹു തആല എന്താക്കി, മൗല എനിക്ക് ഹിദായത്താക്കിയിട്ടുണ്ട്. സിറാത്തുൽ മുസ്തഖീമിലേക്ക് തങ്ങൾ മുഖേനയാണ് അള്ളാഹു തആല നമ്മളെ ഹിദായത്തിലാക്കിയത്. അപ്പൊ ഹിദായത്തിന്റെ കാരണമാരായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി. അപ്പൊ ഏതുപോലെ കഅന്നഹു ഹുവ സുബ്ഹു ഫീ ഖൽബി, ആ സിറാത്തുണ്ടല്ലോ അത് സുബ്ഹ് പോലെയുണ്ട് എൻ്റെ കൽബിൽ. സുബ്ഹിൽ എന്താണ്ട് പ്രകാശം. എങ്ങനത്തെ കൽബി? സവാ മുത്മഇന്ന, അതെന്താക്കി നല്ല മുത്മഇന്നായിക്കൊണ്ട് എൻ്റെ കൽബിൽ അത് കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. അത് മുത്മഇന്നൻ എന്ന് പറഞ്ഞ സ്ഥാനത്താണ്. ഹൂ കൊടുക്കുന്ന എന്താ? ബൈത്തിന് വേണ്ടി ഹൂ കൊടുക്കും. അപ്പൊ ലമീർ അങ്ങോട്ടും ചോദിക്കില്ല. അത് ഹാലും മുഅക്കിദാണ്. അത് മുത്മഇന്നൻ, സവാ മുത്മഇന്നൻ ഫീ ഖൽബി, എൻ്റെ കൽബിൽ മുത്മഇന്നായിട്ട് ആ സുബ്ഹ് കഴിഞ്ഞു കൂടുന്നുണ്ട്, നീങ്ങിപ്പോവില്ല. വസായിൽ ഖുർബി, എൻ്റെ ഖുർബിൻ്റെ വസീലകൾ ഇന്ദ അഹ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അന്നഹു എന്താണ്? സഫൂഹുൻ അനിൽ ജാനി അഫുവുൻ അനിൽ ഹഫ്വി എന്ന തങ്ങളുടെ സ്വഭാവമാണ് എൻ്റെ വസീല എന്നവർ. പിന്നെ അന്നഹു തങ്ങൾ സഫൂഹുൻ അനിൽ ജാനി, കുറ്റം ചെയ്തവരെ തൊട്ടിട്ട് മാപ്പ് കൊടുക്കുന്നവരാണ്.
അഫുവൻ അനിൽ ഹഫവി. ഹഫു എന്ന് പറഞ്ഞാൽ അറിയാണ്ടും അബദ്ധത്തിലൊക്കെ പെട്ടുപോകുന്ന ഹഫവാത്ത് അറിയില്ലേ, അപ്പൊ അതിനെ തൊട്ടെന്താകും അഫുവ് ചെയ്യുന്നവരാണ് ഇങ്ങനെ സ്വഭാവം ആയിരിക്കേണ്ടത്. സഫുവൻ അനീസല്ലാത്ത ദലായിൽ ഖൈറാത്തിലുണ്ടല്ലോ തങ്ങളെ പേര് കൊടുത്തിട്ട്. ആ ഒരു 2 വസ്ഫാണ് എൻ്റെ അടുക്കൽ എന്താക്കി തങ്ങളുടെ അടുക്കലേക്ക് പോകാനുള്ള വസീല. വേറെ നെഗിമിലൊന്നുമില്ല. തങ്ങൾ വെക്കുന്ന മാപ്പ് കിട്ടുമെന്നുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെക്കുന്ന എല്ലാ ഏത് സിറാത്തിലേക്കല്ല നേർക്കുനേരം മുടങ്ങുന്നു. അവിടെ തസ്ബീഹല്ലേ ഏത് കന്നഹു ഹുവ സുബ്ഹ ഫീ ഖൽബി. തങ്ങളിലേക്ക് മടക്കിയാലും മാനോക്കൂ കന്നിടുന്ന ഈ തസ്ബീഹാക്കാനുള്ള കന്നല്ലേന്ന്. അപ്പം മുഷബ്ബഹ് ബിഹിയാന്നുണ്ട്. മുഷബ്ബാന്നത് കന്നയിലുണ്ടായില്ലേ. മുഷബ്ബഹ് ബിഹിയാണ് ഹുവ സുബ്ഹു. കന്ന ഇട്ടിട്ട് പറഞ്ഞാല് മുഷബ്ബഹ് ബിഹിയതാന്ന് അപ്പുറം. കാന്നമൽ ലുഅ്ലുഉൽ മക്നൂനു. ഇന്നത് ലുഅ്ലു പോലെയാ. മുഷബ്ബഹ് ബിഹിയാന്ന് ഇപ്പഴും ഉണ്ടായില്ല. ഇത് കാന്നാന്റെ ഖബറില് ഇത് അത് ആലം എന്ന് പറയുമ്പോ ആലമീയത്ത് എന്നല്ലാണ്ട് വുളൂഹിന്റെ വിഷയത്തിലാണ്. ഖൽബ ഹദഫി എന്നു യഥാർത്ഥത്തിലാണോന്നില്ലല്ലോ. മസലു നൂരിഹി കമിഷ്കാത്ത്. അള്ളാഹ് നൂറിന്റെ മിഷ്കാത്ത് എന്നുള്ള മുഷബ്ബഹ് ഏതായി മിഷ്കാത്ത് അള്ള പഠിച്ചൊരു പടപ്പാന്ന് വളക്കാന്ന് ആലമാകില്ല. അതെ ഇതിലില്ലേ ബദറും തങ്ങളായിട്ട് അവിടെ കിടക്കുന്നു. അപ്പൊ അതിനാ പറയുന്നത് യഥാർത്ഥത്തിൽ തന്നെ അലമിയത്ത് വേണ്ട തിരിയുന്ന വിഷയത്തിൽ മതി, വുളൂഹിന്റെ വിഷയത്തിൽ. അതായത് ജനങ്ങൾക്ക് കൂടുതൽ പരിചയം അതിലാണ് എന്നുള്ള നിലക്കാന്ന് അതിനെ ഇതാക്കുന്നു. തിരിയാത്ത മുബഹമ്മാവിന്റെ കാര്യത്തിനാണ്. അത് മുത്തസല്ലിം പറഞ്ഞില്ലേ ആലമീയത്ത് എന്താക്കണോ ഈ ബൽദാഗൽ എന്ന് പറഞ്ഞത് ഹഖീഖത്തിൽ തന്നെ പോണമെന്നില്ല. ഈ തസ്ബീഹാക്കി കലാമ് കേൾക്കുന്ന ആളെ വിശ്വാസത്തിൽ ഉണ്ടായാലും മതി. അക്രിം ബി ഖൽഖി നബിയ്യിൻ സാനഹു ഖുലുഖുൻ ബിൽ ഹസ്നി മുസ്തമിലിൻ ബിൽ ബിസ്ൽ മുത്തഖി കസ്സഹിരി ഫീ തറഫി തറഫത വജഹു ശബഹൻ. കസ്സഹിരി എന്ന തങ്ങളെയാണ് പുഷ്പത്തിനോട് വർണ്ണിക്കുന്നത്. പുഷ്പവും തങ്ങളോടെ നോക്കിയാൽ ആലമീയത്തായിരിക്കാൻ ഇപ്പറല്ലേ. പക്ഷേ പുഷ്പത്തിന്റെ ഇത് തൊട്ടിട്ടും മണത്തിട്ടും നമുക്ക് നിത്യ പരിചയമുള്ളത് കൊണ്ട് അത് ആലമീയത്തായി നമ്മൾ ദയവാ ചെയ്തിട്ട് എന്താക്കുന്നത് അതിനോട് ബന്ധിക്കുന്നു. മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. ഉള്ള ഒരടിച്ച് വിടലും കിട്ടാൻ ഇത് തീരുവോ? ഇല്ല, എനിക്ക് ക്ഷീണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നും മുറക്കൊന്നും വേണ്ട. എന്നാൽ ഓത്തിനാവശ്യമായത് അന്നേരം കിട്ടുന്നില്ല, പിന്നെ എന്തിനാ അതിന് മുമ്പുണ്ടാവില്ല, ശേഷം ഉണ്ടാവില്ല. എന്നാ പിന്നെ അവിടെ വെക്കുക. അല്ല, നല്ല വെപ്പ് ഒത്തിട്ടുണ്ട്. അന്നഹു അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഫൂൻ അനിൽ ജാനി അഫൂൻ അനിൽ ഹഫിയാണ്. അപ്പൊ അന്നഹുവിനെ സിറാത്തിലേക്കും മടക്കാം, അല്ലെങ്കിൽ നബിയിലേക്കും മടക്കാം. എൻ്റെ കൽബിൽ സുബ്ഹി പോലെ ഇങ്ങനെ തെളിഞ്ഞു കൊടുക്കുക. അപ്പോൾ വജഹു ശബഹ് എന്താന്ന് വുളൂഹിൻ്റെ വിഷയത്തിൽ. അപ്പം വുളൂഹിൻ്റെ വാദിഹാലെ സുബ്ഹി പോലെ തസ്ബീഹാക്കിയത്. അപ്പം രണ്ടിനുള്ള ജാമ്യ വജഹു ശബഹ് എന്താണ് തെളിവ്. അപ്പം സിറാത്ത് അത്രമാത്രം തെളിഞ്ഞു എന്നല്ലേ നമുക്ക് തിരിയേണ്ടത്. ഒന്നാമത് സിറാത്തിലേക്ക് മടക്കിയത് ഇതിൽ ഹക്കായ മാർഗമാണ് എന്നുള്ളതിൽ ഒരു ശുബ്ഹാത്തുമില്ല. നല്ല സുബ്ഹി മലായിട്ടെന്നല്ലേ പറയുന്നു. നബിനോട് വെക്കല്ലേ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد
ബഹുമാനപ്പെട്ട ചേലക്കാട് തങ്ങൾ ഇന്നലെ വിളിച്ചിന്. മൂപ്പർ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, സുഖമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നാളെ വെള്ളിയാഴ്ചയെന്ന് പ്രത്യേകം ദ്വാരക്കണം. നിങ്ങൾ ദ്വാരുന്ന എനിക്ക് ഷിഫോട്ടെന്നൊക്കെ മൂപ്പർ ഇന്നലെ പറഞ്ഞേ. ദ്വാര എല്ലാത്തിനും പലുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച, റജബിലെ വെള്ളിയാഴ്ച, നാളെ മദഹിൻ്റെ സദസ്സ് വൈകുന്നേരത്തെ ദിക്റുണ്ടല്ലോ. അതുകൊണ്ട് നബീൽ നല്ല മട്ടത്തിൽ നിന്ന് ദ്വാരുന്നട്ടെ. നിങ്ങളാണ് അബുദാൻ നാജിക്കാരെ പെണ്ണുങ്ങൾക്കും വയസ്സും കുറയായി. അങ്ങനെയൊന്നും ആളെ കിട്ടാനും പണി. ഇവയെ പച്ചവെള്ളമല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى